നിലമ്പൂർ പ്രഭാഷണത്തിനായി ആദരപൂർവം ക്ഷണിക്കുന്നു. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا وحبيبنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة ترضيك وترضيه وترضى بها عنا يا رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنني أنا الله لا إله إلا أنا لا إله إلا أنا فاعبدني وأقم الصلاة فاعبدني وأقم الصلاة لذكري. صدق الله مولانا العظيم. وقال سيدنا وحبيبنا محمد صلى الله عليه وسلم كل أمتي يدخلون الجنة إلا من أبى. وقيل من أبى يا رسول الله ومن أطاعني دخل الجنة ومن عصاني فقد أبى. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. کا جود و کرم ہے صحبت ہاں تیرا کا جود و کرم ہے
सहे बतहा तेरा नहीं जिंदाई नहीं मांगने वाला तेरा मौलाया सल्ली वसल्लिम दाइमन अबदा अला हबीबिका खैरिल खल्क़ि कुल्लिहिम വഅല്ലമു ഉമ്മത്ത് സയ്യിദിന വ മൗലാന മുഹമ്മദ്. ഏറ്റവും ബഹുമാനാദരങ്ങൾ നിറഞ്ഞ ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള സാദാത്യങ്ങൾ, ആലിമീങ്ങൾ, ഉമറാക്കൾ, എൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരന്മാർ, ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം രണ്ട് ലോക വിജയത്തിന് അല്ലാഹു സബബാക്കി തരട്ടെ. ഈ ലോകത്ത് ജീവിക്കുന്ന കാലമത്രയും നല്ല ഇസ്സത്തിലായി, ഈമാനിലായി, തഖ്വയിലായി, ഇഖ്ലാസിലായി ജീവിച്ച് ഒരു നാളിൽ മരണം ഖൈറാകുന്ന അവസരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി സ്വർഗം കണ്ടു ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുകൊണ്ടുള്ള മരണം അല്ലാഹു നമുക്കും നാമുമായി ബന്ധമുള്ള എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. മഹാനായ ഖുതുബുസ്സമാൻ സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ആണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ ആണ്ടുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു അതെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. അതിന് നേതൃത്വം നൽകുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു എല്ലാവിധ ഇസ്സത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ആഫാത്ത്, മുസീബാത്ത്, പ്രയാസങ്ങളിൽ നിന്ന് മഹാനവറുകളെ ബറക്കത്തുകൊണ്ട് ഈ നാടിനെയും പരിസരങ്ങളെയും നമ്മെ എല്ലാവരെയും അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. മുസ്ലിം ഉമ്മത്തിന് മഹാനവറുകളുടെ ബറക്കത്തുകൊണ്ട് അല്ലാഹു വലിയ ഇസ്സത്തും കാവലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. ഇവിടെ ഇനിയും വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളും പ്രഭാഷണങ്ങളും ഒക്കെ നടക്കാനിരിക്കുകയാണ്. ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കും. ആമുഖം ചുരുക്കി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ആരാധിക്കുന്നതിന് വേണ്ടി വ്യത്യസ്തങ്ങളായ ആരാധനകളെ, അവനെ വായിക്കുന്നതിന്, തിരിച്ചറിയുന്നതിന് വേണ്ടി വ്യത്യസ്തങ്ങളായ ഇബാദത്തുകളെ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിലും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യൻ തന്റെ ശരീരങ്ങളെ കൊണ്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് അത് നിസ്കാരമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അഖിമിസ്സലാത്ത ലിദിക്രി, എന്നെ അറിയാനാണ്, ഓർക്കാനാണ്, എന്നെ തിരിച്ചറിയാനാണ് നിങ്ങൾ നിസ്കരിക്കുന്നത് എന്ന് വിശുദ്ധമായ ഖുർആനുൽ ശരീഫ് നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. നിസ്കാരം എന്ന് പറയുന്നത് അതൊരു ചെറിയ വിഷയമല്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയോടുകൂടെ ജീവിക്കുകയാണ്. 25 വർഷം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോടുകൂടെ ജീവിച്ചു. അതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിൽ വ്യത്യസ്തങ്ങളായ സമർപ്പണങ്ങളാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹ നടത്തിയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ദിവസം ജബലന്നൂർ പർവ്വതത്തിലേക്ക് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലെ സന്നിധാനത്തിലേക്ക് 55-ാമത്തെ വയസ്സിൽ ഭക്ഷണവുമായി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഖദീജ റളിയല്ലാഹു അൻഹ കടന്നു വരുമ്പോ മഹാനായ സയ്യിദുന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് പറയാണ്, ഹാദിഹി ഖദീജ അതത്ക തുആം. നബിയെ, ഖദീജ റളിയല്ലാഹു അൻഹ നിങ്ങൾ അരികിലേക്ക് ഭക്ഷണവുമായി വരുന്നുണ്ട്. ഫഇദാ ജാഅത്ക ഫഖറഅഹാ മിർ റബ്ബിഹാ സലാം. ഖദീജ റളിയല്ലാഹു അൻഹ നിങ്ങളെ സന്നിധാനത്തിൽ വന്നാൽ അല്ലാഹുവിൽ നിന്നുള്ള സലാമിനെ, എന്നിൽ നിന്നുള്ള സലാമിനെ നിങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹയോട് പറയണം എന്ന് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം സന്തതികളിൽ നിന്ന് ഇങ്ങോട്ട് സലാം പറഞ്ഞ ഒരേ ഒരു പെണ്ണായി ലോകത്ത് ജീവിച്ച് വിട പറഞ്ഞു പോയത് അത് ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയാണ്. എന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, വബശ്ശിർഹാ ഫീ ബൈത്തിൻ ഫീ വബശ്ശിർഹാ, അവർക്ക് നിങ്ങൾ പ്രത്യേകമായി സന്തോഷ വാർത്ത അറിയിക്കണം. സ്വർഗ്ഗലോകത്ത് പ്രത്യേകമായ ഒരു വീട് അല്ലാഹു അവർക്ക് വേണ്ടി തയ്യാർ ചെയ്തിട്ടുണ്ട്. ലാ നസബ ഫീഹാ വലാ വസ്വബ, അവിടെ അവർക്ക് ടെൻഷനില്ല, സങ്കടങ്ങളില്ല, പ്രയാസങ്ങളില്ല, പ്രതിസന്ധികളില്ല. അങ്ങനെയുള്ള വല്ലാത്തൊരു ലോകത്ത് അല്ലാഹു അവർക്ക് വലിയ ഒരു ഭവനം, സ്വർഗ്ഗത്തിൽ മുത്തിനാലുള്ള ഒരു വലിയ ഭവനം അവർക്ക് വേണ്ടി റബ്ബ് തആല തയ്യാർ ചെയ്തിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത നിങ്ങൾ അവരോട് പറയണമെന്ന് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാൻ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഭക്ഷണവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിൽ വന്നപ്പോ നബി തങ്ങൾ പറഞ്ഞു, നബി തങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ സലാമിനെ ഖദീജ റളിയല്ലാഹു അൻഹയോട് പറയാൻ. ഖദീജ റളിയല്ലാഹു അൻഹ സലാം മടക്കാൻ, ഇന്നല്ലാഹ ഹുവസ്സലാം വഅലൈക വഅലാ ജിബ്രീലസ് സലാം. അല്ലാഹുവിന്റെ മേലിൽ അല്ലാഹു തആല പറഞ്ഞ സലാമിനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സലാമിനെ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സലാമിനെ മഹദി ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ അവിടുന്ന് മടക്കുകയാണ്. ആ ഖദീജ റളിയല്ലാഹു അൻഹയെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിൽക്കാലത്ത് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് പറയാണ്, ആയിഷ, നിങ്ങൾ എന്റെ ഭാര്യമാര് മുഴുവനും ഒരുമിച്ച് കൂടിയാലും എന്റെ ഖദീജന്റെ സ്ഥാനത്ത് നിങ്ങൾ വരില്ല. ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച് നബി തങ്ങൾ പറയാണ്, എന്റെ റബ്ബ് എനിക്ക് ഖദീജയേക്കാൾ മാ ബദനിയല്ലാഹു ഖൈറൻ മിൻഹാ, എന്റെ ഖദീജയേക്കാൾ ഖൈറായ ഒരു പെണ്ണിനെ, ഒരു ഭാര്യയെ എന്റെ റബ്ബ് എനിക്ക് തന്നിട്ടില്ലെന്ന് ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. എന്താണ് കാരണം? സ്വദ്ദഖ്തനീ ദിക്കദബനി അന്നാസ്, ജനങ്ങളെല്ലാവരും എന്നെ കള്ളം പറഞ്ഞപ്പോ എന്നെ സത്യവാക്കിയവളാണ് എന്റെ ഖദീജ. ആമനത്തു ബി കഫറനി അന്നാസ്, ജനങ്ങളെല്ലാം എന്നെ നിഷേധിച്ചപ്പോ എന്നെ വിശ്വസിച്ചവളാണ് എന്റെ ഖദീജ. ഹബീബായ തങ്ങൾ പറയാണ്, വവാസിത്നി ബിമാലിഹാ ഇത് ഹറമനി അന്നാസ്, മുഴുവൻ ജനങ്ങളും ഒരു മുറുക്ക് വെള്ളം പോലും തരാതെ എന്നെ മാറ്റിവെച്ചപ്പോ
സമ്പത്ത് മുഴുവനും തന്ന് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനത്തിന് സമ്പത്ത് മുഴുവനും എന്നെ കൈവെള്ളയിൽ വെച്ച് തന്ന് എന്നെ വിശാലപ്പെടുത്തിയവളാണ് എന്റെ ഖദീജ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ആ നബി തങ്ങൾ എന്ത് ടെൻഷനുമായി തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നാൽ അവിടുന്ന് ആശ്വാസമേകുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഖദീജ അവർ ലോകത്തോട് വിട പറയുകയാണ്. പുറത്തിറങ്ങിയാൽ നബിതങ്ങൾക്ക് താങ്ങും തണലുമായി ഉണ്ടായിരുന്നത് അബൂ ത്വാലിബ് എന്നവരാണ്. അവരും അതേ വർഷത്തിൽ തന്നെ വിട പറയുകയാണ്. ആമുൽ ഹുസ്ൻ എന്ന് ചരിത്രകാരന്മാർ അടയാളപ്പെടുത്തിയ വർഷമല്ലേ അത്, ഞാനത് വിശദീകരിക്കുന്നില്ല. ആ സമയത്ത് ഹബീബായ തങ്ങളെ സങ്കടം നമ്മൾ വായിച്ചവരാണ്. ആ സമയത്ത് ഹബീബായ തങ്ങളെ ദുഃഖങ്ങളെ അവിടുന്ന് ഏറ്റുവാങ്ങിയ പ്രയാസങ്ങളെ നമ്മൾ കണ്ടവരാണ്. ആ സമയത്ത് നബിതങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹു നടത്തിയ ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന സുന്ദരമായ ഒരു യാത്ര. ആ യാത്രയിൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ ഉമ്മത്തിന് ഗിഫ്റ്റായി നൽകിയതല്ലേ അൽ ജിവാറു മഅ റബ്ബിഹി, തന്റെ റബ്ബിനോടുള്ള സംഭാഷണമെന്ന് പറയുന്ന നിസ്കാരം. ആ ഹബീബായ തങ്ങളെ കൈവെള്ളവും അവിടുത്തെ ഉമ്മത്താകുന്ന നമ്മളെ രക്ഷയ്ക്ക് അള്ളാഹു കൈമാറിയതാണ്. മുത്തുനബി തങ്ങൾ അള്ളാഹുവിനെ നേർക്കുനേരെ കാണുകയാണ്, റബ്ബുമായിട്ട് സംഭാഷണം നടത്തുകയാണ്. ആ റബ്ബ് തആലയെ മുത്തുനബി തങ്ങളെ നേരെ കണ്ടു. ആ നബി തങ്ങളെ ഉമ്മത്താകുന്ന നമുക്കും മുത്തിന് അള്ളാഹുവിനെ ഒന്ന് കാണണോ? അതല്ലേ നമ്മളെ ഏറ്റവും അൾട്ടിമേറ്റ് ലക്ഷ്യമെന്ന് പറയുന്നത്. നമ്മുടെ ഈമാനിന്റെ വിത്തടം കിടക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഈമാനിന്റെ ബേസിക് കിടക്കുന്നത് എവിടെയാണ്? ആ റബ്ബിനെ ഒന്ന് കാണലാണ്. അല്ലാഹ് പറയാണ്, ഓ നബിയേ, നിങ്ങളെ ഉമ്മത്തന്നെ കാണും. നിങ്ങളെ ഉമ്മത്തന്നെ കാണാനുള്ള വസീലയാണ് അസ്വലാ. നിങ്ങളെ ഉമ്മത്തിന് എന്നെ കാണാനുള്ള വസീലയാണ് നിസ്കാരമെന്ന് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ആ നിസ്കാരത്തെ കുറിച്ചാണ് ചെറിയ രൂപത്തിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. മഹാനായ റളിയല്ലാഹു അൻഹു പറയാണ്, മോനെ, റബ്ബിനെ നിനക്ക് കാണാനുള്ള വസീലയാണ്, നിനക്ക് കാണാനുള്ള വസീലയാകുന്ന നിസ്കാരത്തെ നീ എങ്ങനെയാണ് ഏറ്റെടുക്കേണ്ടതെന്നതാണ് മഹാനായ റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്റെ ഉമ്മമാര്, സഹോദരിമാരെന്നെ നല്ലപോലെ കേൾക്കണോ. ഇൻഷാ അല്ലാഹ് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ എന്റെ സംഭാഷണം അവസാനിപ്പിക്കും. ആലിമീങ്ങളെ, സാദാത്യങ്ങളെ ഈ പ്രൗഢമായ വേദിയെ അഭിസംബോധന ചെയ്യാനിരിക്കുകയാണ്. അതിനു മുമ്പ് ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹുവിനെ കാണാനുള്ള വസീലയാകുന്ന നിസ്കാരത്തെ നമ്മൾ എങ്ങനെയാണ് ഏറ്റെടുക്കേണ്ടത്, അതിനെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്? ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറയാണ്, ഇദാ ഖുംത ഇലൈഹാ, ആ നിസ്കാരത്തിലേക്ക് നീ നിന്നാൽ, നെയ്യത്ത് വെച്ച് തക്ബീർ കെട്ടി അല്ലാഹുവിന്റെ മുമ്പിൽ നീ അങ്ങ് നിന്ന് കഴിഞ്ഞാൽ, ഫഅലം, നീ അറിയണം, അന്നല്ലാഹ മുഖ്ബിലുൻ അലൈക,
നിന്നെ മുഅ്മിനായി പടച്ചു വിട്ട നിനക്ക് വേണ്ടതൊക്കെ വേണ്ട സമയത്ത് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ അധികാരിയാവുന്ന റബ്ബ് നിന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നല്ലാഹ മുഖ്ബിലുൻ അലൈക, റബ്ബ് നിന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മോനെ ഫഅഖ്ബിൽ അലാ മൻ ഹുവ മുഖ്ബിലുൻ അലൈക, നിന്നെ നോക്കണ നിന്റെ യജമാനൻ, നിന്നെ നോക്കി നിൽക്കണ നിന്റെ യജമാനൻ, ആ റബ്ബിലേക്ക് നീ ശ്രദ്ധ കൊടുക്കണം. ആ റബ്ബിലേക്കാണ് നിന്റെ ഹൃദയം നീ കൈമാറേണ്ടത്. ആ റബ്ബിലേക്കാണ് നിന്റെ വികാരങ്ങള്, നിന്റെ കണ്ടടങ്ങള് നീ സമർപ്പിക്കേണ്ടത് ആ റബ്ബിലേക്കാണ്. എന്നിട്ട് നീ നിസ്കാരത്തിലേക്ക് അങ്ങ് പ്രവേശിച്ച് ഫാത്തിഹ ഓതി, സൂറ ഓതി, എന്നിട്ട് ഫൈദാ റകഅത്താ, നിസ്കാരത്തിന്റെ വളരെ സുന്ദരമായൊരു വേദിയല്ല റുക്കൂ എന്ന് പറയുന്നത്. ആ റുക്കൂയിലേക്ക് നീ അങ്ങ് കടന്നു ചെന്നാൽ ഫലാത്തു അമ്മില്ലൻ തഖൂമാ, റുക്കൂയിലേക്ക് ഏതൊരു വിചാരത്തിലാണ് നീ പോവേണ്ടത്, ആ റുക്കൂയിൽ നിന്ന് ഖിയാമിലേക്ക് വരാൻ, അഥവാ എഴുത്തിദാലിലേക്ക് വരാൻ എനിക്ക് കഴിയണമെന്നില്ല. അതിനു മുമ്പ് തന്നെ എന്നെ മരണം പിടികൂടാൻ സാധ്യതയുണ്ട്. കാരണം മരണം അത്രത്തോളമല്ലേ നമ്മളോട് അടുത്തു നിൽക്കുന്നത്. എന്റെ വകയല്ല, ഹാത്തമുള്ള സമ്മതങ്ങള് പറയാണ്. അവർ ജയിച്ചടക്കിയവരാണ്. ഈ സംഭാഷണം കൊണ്ട് ലോകം കീഴടക്കിയവരാണ്. അവരെ ചാരത്തല്ലേ, ആ മഹത്തുക്കളെ ചാരത്തല്ലേ നമ്മൾ ഇരിക്കുന്നത്. അവരെ ബറക്കത്തുകൊണ്ട് റബ്ബ് താൻ ഇത് തിരിച്ചറിയാനും ജീവിതത്തിൽ പകർത്താനും റബ്ബ് നമുക്ക് തൗഫീഖ് തരട്ടെ. ഫൈദാ റകഅത്താ, നീ റുകൂയിലേക്ക് പോയാൽ ഫലാത്തു അമ്മില്ലൻ തഖൂമാ, ഖിയാമിലേക്ക് വരുമെന്ന ചിന്ത നിനക്ക് വേണ്ട. അത്രേ മനുഷ്യനുള്ളൂ, അത്രയല്ലേ ഇവിടെ മനുഷ്യന്റെ ജീവിതമുള്ളൂ. നമ്മൾ ഇപ്പൊ ഇരുന്ന ഈ ഇരിപ്പിനൊരു പക്ഷേ 100 വർഷത്തേക്കുള്ള പ്ലാനിങ് തയ്യാറാക്കാൻ നമ്മളെല്ലാവരും സന്നദ്ധരാണ്. നമ്മളെല്ലാവരും അതിന് കഴിവുള്ളവനാണ്. വരാനുള്ള ഒരു 100 വർഷത്തേക്കുള്ള പ്ലാനിങ് ഇരുന്ന ഇരിപ്പിന് 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കണമെങ്കിൽ നമ്മൾ റെഡിയാണ്. പക്ഷേ അത് മൂവ് ചെയ്യാൻ കഴിയണമെന്നില്ല. കണ്ടില്ലേ, മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹു 2 ആഴ്ചത്തേക്കൊരു വസ്തു വാടകയ്ക്കെടുക്കുകയാണ്. ഹബീബായ തങ്ങളെ മുമ്പിൽ വെച്ച് 2 വർഷത്തേക്കൊരു വസ്തു 2 ആഴ്ചത്തേക്ക് ഒരു വസ്തു വാടകയ്ക്കെടുത്തപ്പോ മുത്തുനബി തങ്ങൾ പറയാണ്, ഇന്ന ഉസാമ ലതവീലുൽ അമൽ, ഉസാമയുടെ അത്യാർത്തി വലുതാണ്. അത്ര കാലം നിങ്ങൾ ജീവിക്കുമെന്ന് ഉറപ്പാണുള്ളത്. അതിനു മുമ്പ് മരണം പിടികൂടാൻ സാധ്യതയില്ലേ എന്നർത്ഥത്തിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളോട് മഹാനായ ഹാത്തമുള്ള സമ്മതങ്ങൾ പറയാണ്, റുക്കൂഇലേക്ക് നിങ്ങൾ പോകുമ്പോ ഖിയാമിലേക്ക് വരാൻ സാധ്യതയില്ല എന്ന മനസ്സോടെയാണ് റുക്കൂഇലേക്ക് പോവേണ്ടത്. പിന്നെ നമ്മൾ നിസ്കരിക്കുമ്പോ വമസ്സിലിൽ ജന്നത അൻ യമീനിക്, വലതുഭാഗത്ത് സ്വർഗമുണ്ടെന്ന് വിചാരിക്കണം. വന്നാറു അൻ യസാരിക്, ഇടതുഭാഗത്ത് നരകമുണ്ടെന്ന് വിചാരിക്കണം. വസ്സിറാത്ത് തഹ്ത ഖദമൈക്, നിന്റെ സിറാത്ത് പാലം കിടക്കുന്നത്, സിറാത്ത് പാലം കിടക്കുന്നത് എന്റെ 2 കാലിന്റെ ചെവിനെന്റെ 2 കാലിന്റെ അടിയിലാണ്. എന്റെ 2 കാലിന്റെ താഴെയാണ് സിറാത്ത് പാലം കിടക്കുന്നത്. ഈ ഒരു അർത്ഥത്തിലാണ്, ഈ ഒരു വികാരത്തിലാണ് നീ നിസ്കാരത്തിൽ നിൽക്കേണ്ടത്. ഫഇദാ ഫഅൽത, ഇങ്ങനെ നിസ്കാരത്തെ നീ സ്വീകരിച്ചാൽ, നിസ്കാരത്തെ ഈ രൂപത്തിൽ നീ കൈകാര്യം ചെയ്താൽ, ഫഅൻത മുസല്ലി, നീയാണ് യഥാർത്ഥ നിസ്കാരക്കാരനെന്ന് മഹാനായ ഹത്തമുൽ സമ്മ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്. റബ്ബ് തആല നമുക്ക് ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
മഹാനായ ആമിർ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നിസ്കാരത്തിൽ മറവിയുണ്ടാവാറുണ്ടോ? നിസ്കാരത്തിൽ നിങ്ങൾക്ക് മറവിയുണ്ടാവാറുണ്ടോ? ആ സമയത്ത് മഹാനവറുകൾ കൊടുത്ത മറുപടി, നിസ്കാരത്തിൽ എങ്ങനെയാണ് ഒരാൾക്ക് മറവി സംഭവിക്കുക? കാരണം നിസ്കാരത്തിലല്ലേ അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ ഓതുന്നത്. അഹബ്ബു ഇലയ്യ മിനൽ ഖുർആൻ, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആനാണ്. അങ്ങനെ ആ ഖുർആൻ കൊണ്ട് നിസ്കാരത്തിൽ ഞാനങ്ങ് ശുഗലായാൽ പിന്നെ എനിക്കെന്ത് മറവി വരാനാണ്? എനിക്ക് മറ്റു ചിന്തകളൊന്നും വരാറില്ല. നിസ്കാരത്തിൽ മറ്റുള്ള വിഷയങ്ങളിലേക്ക് എന്റെ മനസ്സ് പോവാറില്ലെന്ന് മഹാനായ ആമിർ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാ. ഈ നിലക്ക് നിസ്കാരത്തെ സ്വീകരിച്ച എത്രയെത്ര മഹാന്മാരെയാണ് നമ്മളെ മുമ്പിൽ പറയാനുള്ളത്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മുത്തുനബി തങ്ങൾ നമ്മളോട് പറഞ്ഞത്, അൻത അമല ലില്ലാഹ് കഅന്നക തറാഹു ഫഇന്നക ഇല്ലം തറഹു ഫഇന്നഹു യറാക്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ കഴിയും, മൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. മോനെ, നീ റബ്ബിനെ കാണണില്ലെങ്കിലോ അല്ല നിന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാ, നിന്റെ മനസ്സിലേക്ക് നോക്കുകയാണ്, നിന്റെ വിചാരങ്ങളിലേക്ക്, വികാരങ്ങളിലേക്ക്, നിന്റെ ശരീരാനക്കങ്ങളിലേക്ക് റബ്ബ് തആല നിന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന വളരെ സുന്ദരമായ ഒരു വേദിയാണ് നിസ്കാരമെന്ന് പറയുന്നത്. അതുകൊണ്ട് ആ റബ്ബിനെ നീ കാണണില്ലെങ്കിലോ, അല്ലാഹുവിനെ നീ കാണുന്നില്ലെങ്കിലോ ആ റബ്ബ് നിന്നെ കാണുന്നുണ്ട് എന്ന ആ ഒരർത്ഥത്തിലാണ് നീ നിസ്കരിക്കേണ്ടത്. അങ്ങനെയാണ് ഞാനും നിങ്ങളും നിസ്കരിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ കുടുംബം നിസ്കരിക്കേണ്ടത്. നമ്മൾ മാത്രം പോരാ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കള്, കുടുംബങ്ങളെല്ലാവരും ആ നിലക്ക് തന്നെയാണ് നിസ്കാരത്തെ ഏറ്റെടുക്കേണ്ടത്. കണ്ടില്ലേ മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന, റബ്ബി ജഅൽനി വമിൻ ദുർരിയതി ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാൻ കഴിയുകയാണ്, സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, നമ്മൾ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? വീട്ടിലെ ഭർത്താവ്, ഭാര്യ, മക്കളൊന്നടങ്ങോ ഈ പറഞ്ഞ രൂപത്തില്, ചുരുക്കി പറഞ്ഞാൽ ഹാത്തമുള്ള സമ്മറലിയല്ലാഹുവിന് ഒരു ഖുശൂഉള്ള, ഭയഭക്തിയുള്ള ഒരു യഥാർത്ഥ നിസ്കാരക്കാരന്റെ അടയാളം എന്താണെന്ന് പറഞ്ഞു. ആ നിലക്കുള്ള നിസ്കാരമാണ് നമ്മൾ നിർവഹിക്കേണ്ടതെന്ന് മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ഒരു നിസ്കാരത്തിന് ഭാഗ്യം ലഭിക്കുന്നതിന് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. ഞാനൊന്ന് പറയട്ടെ, ഇവിടെ ഒരുപാട് ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. നമ്മളൊക്കെ കുടുംബങ്ങളായി ജീവിക്കുന്നവരാണ്. നമ്മളെല്ലാവരും കുടുംബമായി പോകുന്നവരാണ്. ആ കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിനുവേണ്ടി ദുആ ചെയ്യുന്നവരാണ്, ദ്വാരപ്പിക്കുന്നവരാ. അല്ലാഹു നമുക്ക് സന്തുഷ്ട കുടുംബം മരണം വരെ നിലനിർത്തി തരട്ടെ. നമ്മുടെ ഭാര്യയെ അല്ലാഹു സ്വാലിഹത്തുകളിൽ, നമ്മുടെ ഭർത്താവിനെ റബ്ബ് സ്വാലിഹീങ്ങളിൽ, നമ്മളെ മക്കളെ റബ്ബ് തആല സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇവിടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറയാണ്, അൽ ജന്നത്തു ഫീ ബുയൂതിനാ, സ്വർഗം കിടക്കുന്നത് നമ്മുടെ വീട്ടിലാണ്.
പറയാണ്, വീട്ടിന് സ്വർഗം വേണമെങ്കിൽ ആ സ്വർഗം കിടക്കുന്നത് വീട്ടിലാണ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ കിടക്കാനുള്ള സകല പണികളും നടക്കേണ്ടത് വീട്ടിൽ വെച്ചുകൊണ്ടാണ്. അതല്ലെങ്കിൽ തന്റെ വീട് സ്വർഗതുല്യമായി മുന്നോട്ട് പോകണമെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില ടിപ്സുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്, ചില കാര്യങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതിലാദ്യമായി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട 5 കാര്യമാണ് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചത്. ഭാര്യയുടെ സ്വഭാവം ലഭിക്കാൻ, ഭർത്താവിന്റെ സ്വഭാവം ഉണ്ടാവാൻ, മക്കള് സ്വാലിഹീങ്ങളാവാൻ, സന്തുഷ്ട കുടുംബമായി മുന്നേറാൻ 5 കാര്യങ്ങളെ മുത്തുനബി തങ്ങളെ പഠിപ്പിച്ചപ്പോ അതിലൊന്നാമതായി പറഞ്ഞു അസ്സലാത്തു മഅ, ഭാര്യയും ഭർത്താവും ഒരുമിച്ചു നിസ്കരിക്കലാണ്. ഭാര്യയും ഭർത്താവും വീട്ടിൽ വെച്ചുകൊണ്ട് നിസ്കാരം ഈ നിലക്ക് നിർവഹിച്ചാൽ ആ വീട് സ്വർഗ്ഗതുല്യമുള്ള വീടായ റബ്ബ് തആല ഖബൂൽ ചെയ്യുമെന്ന് സ്വാദിഖുൽ മസ്ദൂഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറയുന്നത്. അതിന് എത്ര വ്യത്യസ്തങ്ങൾ ഉദാഹരണങ്ങളാണ് നമ്മളെ മുമ്പിലുള്ളത്. കണ്ടില്ലേ നിങ്ങൾ ബീവി ഫാത്തിമത്ത് സഹറ റളിയല്ലാഹു അൻഹാ, തന്റെ പ്രിയപ്പെട്ട മകളാകുന്ന ഫാത്തിമ ബീവിയെ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കുകയാണ്. അലി തങ്ങൾക്ക് നബി തങ്ങൾ കണ്ട ക്വാളിറ്റി എന്താ? അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ, ഞാൻ അറിവിന്റെ വലിയ ഗോപുരമാണ്, പട്ടണമാണ്, അതിലേക്കുള്ള കവാടമാണ് എന്റെ അലി എന്ന് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അലി തങ്ങൾക്ക് തന്റെ പൊന്നുമോളെ നിക്കാഹ് ചെയ്തു കൊടുത്തു. വളരെ സിമ്പിളായ നിക്കാഹല്ലേ നടന്നത്. ആ നിക്കാഹിന് ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അലി തങ്ങളെ വിളിച്ചിട്ട് പറയാ, ഇന്ന് വൈകുന്നേര രാത്രി സമയം നിങ്ങളെ വീട്ടിലേക്ക് ഞാൻ വരുന്നുണ്ട്. നിങ്ങളെ വീട്ടിലേക്ക് ഞാൻ എത്തുന്നത് വരെ നിങ്ങൾ മറ്റൊരു വിഷയത്തിലും ഇടപെടരുത്, ശാരീരിക ബന്ധത്തിൽ നിങ്ങൾ ഏർപ്പെടരുത്. ഇന്ന് നിങ്ങളെ വീട്ടിൽ ഞാൻ വരുന്നുണ്ട് എന്ന് ഹബീബായ തങ്ങൾ പറയാണ്. പറഞ്ഞതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പൊന്നുമോളെ കല്യാണം കഴിച്ചു കൊടുത്ത വീട്ടിലേക്ക്, അഥവാ അലി തങ്ങളെ വീടിനെ കുറിച്ച് ഞാനിവിടെ പറയണില്ല, അത്രയും ലളിതമായൊരു വീടല്ലേ അലി തങ്ങളെ വീട്. ആ വീട്ടിലേക്കാണ് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. അവിടത്തേക്ക് മുത്തുനബി തങ്ങൾ കടന്നു ചെല്ലുകയാ. എന്നിട്ട് രണ്ടുപേരെയും ഹബീബായ തങ്ങൾ അടുത്തേക്ക് വിളിക്കുകയാണ്. രണ്ടുപേരെയും അടുത്തേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിക്കുന്നു. രണ്ടുപേരുടെയും തോളിൽ നബി തങ്ങൾ കൈവെക്കുകയാ. ഒരു കാലുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കാലുരു, മറുകാലുകൊണ്ട് അലി തങ്ങളെ കാലുരു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ചവിട്ടി നിൽക്കുകയാണ്. അലി തങ്ങൾ പറയാ, മുത്തുനബി തങ്ങളെ കാലിന്റെ തണുപ്പിനെ ഞങ്ങൾ അറിഞ്ഞു. ആ നിലക്ക് മുത്തുനബി തങ്ങൾ രണ്ടുപേരുടെയും കാലിനിങ്ങനെ ചവിട്ടി നിൽക്കുകയാണ്. എന്നിട്ട് പറയാ, اللهم إن عليا أحب الناس إلي. അള്ളാനെ വിളിച്ചിട്ട് ഹബീബായ തങ്ങൾ പറയാണ്, യാ റബ്ബി യാ അല്ലാഹ്, എന്റെ അലി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. എന്റെ അലിയെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് എന്റെ അലിയിനെ നീയും ഇഷ്ടപ്പെടണേ അല്ലാഹ്. വഇന്ന ഫാത്തിമ,
എന്റെ ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതല്ലേ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാണെന്ന് പറഞ്ഞിട്ട് പറയാണ്, അതുകൊണ്ട് എന്റെ ഫാത്തിമയെ നീയും ഇഷ്ടപ്പെടണേ അല്ലാ. രണ്ടുപേർക്കും ഹബീബായ തങ്ങൾ ദുആ ചെയ്തു കൊടുക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ ചൊല്ലിക്കൊടുക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹുവിന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിക്കൊടുക്കുകയാ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വഖൈറ മാ ജുബില്ലതു അലൈഹാ. അലി തങ്ങളോട് ചൊല്ലാൻ പറ. എന്താണ് അലി തങ്ങൾ ചൊല്ലണത്? പടച്ച റബ്ബേ, എന്റെ ഫാത്തിമയിലും എന്റെ ഫാത്തിമയിലൂടെയും എനിക്ക് നീ ഖൈർ നൽകണേ അല്ലാ. ഫാത്തിമ ബീവിയുടെ അലി തങ്ങളുടെ ഫസ്റ്റ് നൈറ്റിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യ രാത്രിയാണ് ഈ പറയണത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അലി റളിയല്ലാഹു അൻഹുവിനെ ചൊല്ലിക്കൊടുക്കുകയാ. അലി തങ്ങൾ ചൊല്ലുകയാ, എന്റെ ഫാത്തിമയിലും എന്റെ ഫാത്തിമയിലൂടെയും എനിക്ക് ഖൈർ നൽകണേ അല്ലാ. وأعوذ بك من شرها ومن شر ما جبلت عليها. എന്റെ ഫാത്തിമയിൽ എനിക്കൊരു ഷർറുണ്ടാവലിന്, എന്റെ ഫാത്തിമയിലൂടെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവലിന് നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു അല്ലാ. ഈ പ്രാർത്ഥന രണ്ടുപേരും ദ്വാരക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മിമ്പറാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവരോട് പറയാണ്, വസല്ലിയാ മഅൽ റക്അത്തൈനി. ഇനി നിങ്ങൾ രണ്ടുപേരും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. അലി തങ്ങൾ ഇമാമ നിൽക്കട്ടെ, ഫാത്തിമ റളിയല്ലാഹു അൻഹ മഅ്മൂമായി നിലകൊള്ളട്ടെ. ഉമ്മത്തീങ്ങൾ ഈമാനുള്ള മുഅ്മിനീങ്ങൾ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാ. അല്ലാഹു പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് തരട്ടെ. അലി തങ്ങളോട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് മുത്തുനബി തങ്ങൾ പറയാണ്, വസ്വല്ലിയാ മഅൻ റക്അത്തൈനി. നിങ്ങൾ രണ്ടുപേരും ജമാഅത്തായി സുന്നത്ത് നിസ്കരിക്കട്ടെ. അലി തങ്ങൾ ഇമാമത്ത് നിൽക്കുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ മഅ്മൂമായി നിലകൊള്ളുകയാണ്. നിസ്കാരം കഴിഞ്ഞു. അവർ ദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെടുകയാണ്. ആ ദാമ്പത്യ ജീവിതത്തിലൂടെ കടന്നു വന്ന 2 കുസുമങ്ങളാണ് സയ്യിദുനാ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. ആരാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ? സ്വർഗത്തിലെ നേതാക്കളല്ലേ. ഒരു ഉപ്പാക്ക് ഉമ്മാക്ക് സന്തോഷിക്കാ, തന്റെ മക്കളെ കൊണ്ട് സന്തോഷിക്കാ, ഇനി വേറെ എന്താണ് വേണ്ടത്? നബി തങ്ങളെ പറഞ്ഞു തന്റെ പേരക്കുട്ടികളെ കുറിച്ച്, അവർ സ്വർഗത്തിലെ നേതാക്കളാണ്, അവർ സ്വർഗത്തിലെ നേതാക്കളാണെന്ന് പറഞ്ഞു. മാത്രമല്ല ലോകത്ത് കടന്നു വന്ന മുഴുവൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരക്കുട്ടികള്, ആ നബി തങ്ങളെ പേരക്കുട്ടികൾ ഈ രാജ്യത്തിന്റെ ലോകത്തിന്റെ ആണിക്കല്ലുകളായി അല്ലാഹു വിന്യസിച്ചിരിക്കുകയാ. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഈ ആയത്തിലൂടെ തങ്ങന്മാരെ കുറിച്ച് പറയണില്ലേ,
നബിതങ്ങളുടെ സംസാരം ഇവിടെ അവസാനിക്കണില്ല, അവിടുത്തെ കുടുംബ പരമ്പര അവസാനിക്കണില്ല. ഖിയാമത്ത് നാൾ വരെ ഇവിടെ അവർ നിലനിൽക്കുകയാണ്. ആ കുടുംബ പരമ്പരയുടെ ആണിക്കല്ല് കിടക്കുന്നത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. എത്ര വലിയ ബറക്കത്തുള്ള കുടുംബമാണ് എന്നാണതെന്ന് കാരണോ വീട്ടിൽ വെച്ചുകൊണ്ടുള്ള ഇടപെടലുകളാണ്. അള്ളാഹുവിന്റെ പൊരുത്തത്തില് മനുഷ്യന്റെ ശരീരം കൊണ്ട് ചെയ്യണ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാകുന്ന നിസ്കാരം. ആ നിസ്കാരത്തെ കുടുംബാംഗങ്ങൾ വീട്ടിൽ ഏറ്റെടുക്കുന്നതിന്റെ ഏറ്റവും സുന്ദരമായ അടയാളങ്ങളാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മെ ഈ സംഭവങ്ങളിലൂടെ പഠിപ്പിക്കുന്നത്. നമുക്കറിയില്ലേ, ഫത്ഹുൽ മുഈൻ അടക്കമുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെ നമ്മളോട് പഠിപ്പിക്കുകയാണ്. പുരുഷന്മാരെ വിളിച്ചിട്ട് പറയാണ്, ഇദാ സ്വല്ലൈതും ഫിൽ മസ്ജിദി, നിങ്ങൾ ഫറള് നിസ്കാരം പള്ളികളിൽ വെച്ചാണ് നിസ്കരിക്കേണ്ടത്. ഫറള് നിസ്കാരം നിങ്ങൾ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചാൽ ഫജഅലൂ ലിബുയൂതികും നസീബൻ മിൻ സലാത്തികും, നിങ്ങളെ നിസ്കാരത്തിന്റെ ഒരു വിഹിതം നിങ്ങൾ വീട്ടിലേക്ക് മാറ്റി വെക്കണോ. അതെന്തിനാണ്? യകുൻ ഖൈറൻ അലാ അഹ്ലി ബൈതികും, അതുകൊണ്ട് നിങ്ങളെ വീട്ടുകാർക്ക് ഖൈറുണ്ട്, അതുകൊണ്ട് നിങ്ങളെ വീട്ടുകാർക്ക് റബ്ബ് തആല സമാധാനം നൽകുന്നുണ്ട്, സന്തോഷം നൽകുന്നുണ്ടെന്ന് ഫത്ഹുൽ മുഈൻ അടക്കമുള്ള ഗ്രന്ഥങ്ങൾ വരെ നമ്മളോട് വിളിച്ചറിയിക്കുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ സുബ്ഹ് നിസ്കാരം നമ്മൾ ജമാഅത്തായി പള്ളിയിൽ നിർവഹിക്കുമ്പോ ആ സുബ്ഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് വീട്ടിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുക. സുബഹിന്റെ മുമ്പ് നമ്മൾ എണീക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം. അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആ തഹജ്ജുദ് നമ്മൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുക. ളുഹാ നിസ്കാരം, മറ്റുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, അങ്ങനെ നമ്മുടെ ഒരു വിഹിതം വീട്ടിൽ വേണമെന്ന് പറയുമ്പോ നിസ്കാരം നമ്മുടെ നിസ്കാരം കൊണ്ട് വീട്ടുകാർക്ക് ഉണ്ടാകുന്ന ഗുണം എത്രയാണ്? അവിടെയാണ് നമ്മൾ അറിയേണ്ടത്, അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതാണ് നമ്മൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കേണ്ടത്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. വിശുദ്ധമായ ഖുർആൻ ശരീഫ് ഈ നിസ്കാരത്തെ കുറിച്ച് നമ്മളോട് പറഞ്ഞത് അഖിമിസ്സലാത്ത ലിദ്ക്രി, നിസ്കാരം എന്നത് അല്ലാഹു തആല ഓർക്കാനും ആ റബ്ബിനെ തിരിച്ചറിയാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ്. അല്ലാഹുവിന്റെ സ്മരണ നിലനിർത്താനാണ് നമ്മളോട് നിസ്കാരം നിർവഹിക്കാൻ ആവശ്യപ്പെടുന്നത്. അത് 24 മണിക്കൂറും നിസ്കരിക്കണമെന്നില്ല. ഏകദേശം 5 വക്ത് നിസ്കാരം ഫറലായി നമുക്കിവിടെ കൃത്യമായി നിർവഹിക്കാനുള്ളത് 24 മിനിറ്റ് മതി. അതും ഒന്നിച്ചു വേണ്ട, 5 സമയങ്ങളിലായി കിതാബം മൗഖൂത്താ, 5 സമയങ്ങളിലായി ഈ പറഞ്ഞ രൂപത്തിലൊന്ന് നിസ്കരിച്ച് കിട്ടിയാൽ അൽഹംദുലില്ലാഹ് നമ്മളെത്ര ഭാഗ്യവാന്മാരാ, നമ്മളെത്ര വിജയികളാ. ഹാത്തമുല്ല റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഒരു മനുഷ്യന് നിസ്കാരം നിർവഹിക്കാൻ 5 വക്ത് നിസ്കാരങ്ങള്, അതിന്റെ മുമ്പ് ശേഷവുമുള്ള റവാത്തിബുകള്, മറ്റു സുന്നത്തു നിസ്കാരങ്ങളെ നിർവഹിക്കാൻ ഒരു മുഅ്മിനായ മനുഷ്യന് കഴിഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നത് മൻ ഹാഫള അലസ്സലാ,
പറഞ്ഞ രൂപത്തിൽ നിസ്കാരങ്ങള്, പ്രത്യേകിച്ച് 5 വക്ത നിസ്കാരങ്ങള് ഒരാള് ശ്രദ്ധിച്ചാൽ, എന്റെ പ്രസംഗത്തിന്റെ തുടക്കം മുതൽ ഈ സമയം വരെ പറഞ്ഞത് നിങ്ങളെ മനസ്സിൽ നിന്ന് പോവരുത്. ഹത്തമുള്ള സമ്മതങ്ങൾ പറഞ്ഞ സന്ദേശം നമ്മൾ ഉൾക്കൊള്ളണോ. ഈ അർത്ഥത്തിൽ നമ്മൾ നിസ്കാരം നിർവഹിച്ചാൽ ഹബീബായ തങ്ങള് പറയാണ്, അക്രമഹുല്ലാഹു ബിഖംസി ഖിസാൽ, ആ മനുഷ്യന് റബ്ബ് തആല 5 ബഹുമതികളാണ് നൽകുന്നത്, 5 കറാമത്തുകളാണ് റബ്ബ് തആല ആ മനുഷ്യന് നൽകുന്നത്. അതിലൊന്നാമതായി നബി തങ്ങളെ പഠിപ്പിക്കുകയാണ്, യർഫഉല്ലാഹു അൻഹു ലീഖുൽ ഐശി, ജീവിത പ്രാരാബ്ധമെന്ന് പറയുന്ന ഒന്ന് റബ്ബ് തആല അവന് നൽകുകയില്ല. ജീവിത പ്രാരാബ്ധങ്ങളെ അവനെ തൊട്ട് റബ്ബ് തആല ഉയർത്തിക്കളയുന്നതാണ്. ജീവിതത്തിൽ റബ്ബ് തആല ടെൻഷൻ കൊടുക്കൂല, പ്രതിസന്ധി കൊടുക്കൂല. നിങ്ങൾ കണ്ടിട്ടില്ലേ, സാമ്പത്തികപരമായി വളരെയധികം പിന്നോട്ട് പോയ, സാമ്പത്തികപരമായി ബാക്ക്ഗ്രൗണ്ട് വളരെയധികം കുറഞ്ഞു പോയ എത്ര ഫാമിലികളാണ്. അതിലെ എത്ര ഉപ്പമാരാണ് തന്റെ പെൺമക്കളെ യാതൊരു പ്രതിസന്ധിയുമില്ലാതെ, ഒരു കടക്കണിയിൽ പെടാതെ, ഒരു ബാങ്ക് പലിശക്ക് പണമെടുക്കാതെ തന്റെ പൊന്നുമക്കളെ ഹലാലായ മാർഗത്തില് കല്യാണം കഴിച്ചു കൊടുക്കുന്ന എത്ര ഉപ്പമാരാണ്. അവർ ഉംറക്ക് പോയവരല്ലേ, അവര് ഹജ്ജിന് പോയവരല്ലേ, അവർ സുന്ദരമായ വീട് നിർമ്മിച്ചവരല്ലേ. എന്നാൽ അവർക്ക് സാമ്പത്തികമായ വലിയ ബാക്ക്ഗ്രൗണ്ടുകളില്ല, സാമ്പത്തിക സ്രോതസ്സുകളായിട്ടൊന്നും അവരെ കയ്യിലില്ല. പക്ഷേ അവർ നിര്യാണിക്ക് മുകളിൽ തുണിയെടുക്കുന്നവരാണ്, അവർ തലമറക്കുന്നവരാ. അല്ലാഹുവിന്റെ പള്ളികളെ മുനാരങ്ങളെ സാക്ഷിയാക്കി വാങ്ങല് മുഴങ്ങുമ്പോ ആ വാങ്ങിന് കൃത്യമായി ഇജാബത്ത് കൊടുത്തുകൊണ്ട് തൊട്ടടുത്ത പള്ളിയിലെ ജമാഅത്ത് കൃത്യമായി നിർവഹിക്കുന്നവരാണ്. അതേപോലെ തന്നെ അവ്വല് വക്ത നിസ്കാരത്തെ ശ്രദ്ധിക്കുന്നവരാണ്. ഒരു റവാത്തിബ് ഒഴിവാക്കാൻ അവർക്ക് മടിയാ. അവർ തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ക്രമീകരിക്കുന്നത്, അതിന്റെ ടൈം ഷെഡ്യൂൾ, യാത്രപരമായ ടൈം ഷെഡ്യൂൾ അവരിടുന്നത് അവരുടെ നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കാരണം നിസ്കാരം അത്രമേൽ അവർക്ക് വലുതാണ്. ആ നിസ്കാരത്തെ ആ നിലക്ക് മൈൻഡ് ചെയ്ത പാവപ്പെട്ട മുസ്ലിമീങ്ങളെ കാര്യം അല്ലാഹു ഏറ്റെടുക്കുകയാ. അവർ പെൺമക്കളെ കടമില്ലാതെ കല്യാണം കഴിച്ചു കൊടുക്കുകയാണ്. അവർ സുന്ദരമായ വീട്ടിൽ സന്തോഷത്തിൽ താമസിക്കുകയാണ്. അവരെ ഹജ്ജിന് പോയവരാ, ഉംറ ചെയ്തവരാ. എല്ലാ സന്തോഷങ്ങളും സുന്ദരമായ രൂപത്തില് അല്ലാഹു തആല സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ടുകളെ പിൻബലമില്ലാതെ റബ്ബ് തആല ചെയ്തു കൊടുക്കുകയാ. ഇത് തന്നെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, യർഫഉല്ലാഹു അൻഹു ലീഖുൽ ഐശി. ആ മനുഷ്യന്മാർക്ക് റബ്ബ് തആല ജീവിത പ്രാരാബ്ധങ്ങളൊന്നും നൽകൂല. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അങ്ങനെ നിസ്കരിക്കാൻ റബ്ബ് നമുക്ക് ഭാഗ്യം തരട്ടെ. രണ്ടാമത്തെ കറാമത്ത് എന്താണ്? യർഫഉല്ലാഹു അൻഹു അദാബൽ ഖബ്രി, ഖബറിന്റെ അദാബിനെ അവനെ തൊട്ട് അല്ലാഹു ഉയർത്തിക്കളയുന്നതാ. ഖബറിൽ അദാബുണ്ടെന്ന കാര്യം ഉറപ്പാണ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ ഇടത് ഭാഗത്ത് വലത് ഭാഗത്ത് ഖബറുകളാണ് കാണുന്നത്. എത്ര സ്വാലിഹീങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്, എത്ര മഹാന്മാര് കിടക്കുന്നുണ്ട്. അല്ലാഹു അവരെ ദറജയേറ്റി കൊടുക്കട്ടെ.
മുഴുവൻ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ ഹളറത്തിലേക്ക് ഈ സുന്ദരമായ മജ്ലിസിന്റെ സവാബിനെ അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ആ ഖബറിൽ ഒറ്റക്ക് നമ്മൾ കിടക്കുമ്പോ ഇതേപോലെ വേർക്കണ പകരക്കാർ അല്ലാഹു നമുക്ക് നൽകട്ടെ. ഖബറിൽ അദാബുണ്ടെന്ന കാര്യം ഉറപ്പാണ്. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. മെത്തയ്ക്കു പകരം മാളമാ സുബ്ഹാനാ. ഖബറിനെ കുറിച്ച് എത്ര വിശാലമായിട്ടാണ് മഹാനായ താവാ ഉസ്താദ് നമ്മളോട് ഓർമ്മപ്പെടുത്തിയത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 70 ചില്ലാനം ഹദീസുകളെ കൊണ്ട് സുബൂത്തായ സ്ഥിരപ്പെട്ട കാര്യമാണ് ഖബറിൽ അദാബുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിലധികം ആയത്തുകളിലൂടെ വിശുദ്ധമായ ഖുർആൻ ശരീഫിലൂടെ ഖബറിൽ ആയത്തുണ്ടെന്ന് ഖബറിൽ അദാബുണ്ടെന്ന് പച്ചയായി നമ്മളോട് ഓർമ്മപ്പെടുത്തിയ സത്യമാണ്. ആ ഖബറിന്റെ അദാബിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തൊട്ട് ഉയർത്തി കളയുകയാണ്. ഖബറിനെ പേടിക്കണം എന്നതുകൊണ്ടാണ്, ഖബറിനെ ശ്രദ്ധിക്കണം എന്നതുകൊണ്ടാണ് അല്ലാഹുവുമായിട്ടുള്ള സംഭാഷണമാകുന്ന നിസ്കാരത്തില് നമ്മളോട് പറഞ്ഞു, ഫറള് നിസ്കാരമാണെങ്കിലും സുന്നത്ത് നിസ്കാരമാണെങ്കിലും 5 കാര്യങ്ങളെ തൊട്ട് കാവല് തേടാതെ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടരുത്. സലാം വീട്ടൽ കറാഹത്താണ്. 5 കാര്യത്തെ തൊട്ട് കാവല് തേടാതെ ഫറളായ നിസ്കാരങ്ങളെ തൊട്ട് നമ്മൾ സലാം വീട്ടാൻ പാടില്ല. സുന്നത്തായ നിസ്കാരങ്ങളിൽ നിന്ന് ഖളാ സലാം വീട്ടാൻ പാടില്ല. ആ 5 കാര്യം നമുക്കറിയുന്നതാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വമമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഈ 5 കാര്യങ്ങളെ തൊട്ട് നമ്മൾ കാവല് തേടാതെ നിസ്കാരത്തിൽ നിന്ന് ഒരാളും സലാം വീട്ടരുതെന്നാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് നമ്മൾ നിർവഹിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. എത്ര വലിയ വിസിയുണ്ടെങ്കിലും ഏത് സുന്നത്ത് നിസ്കാരമാണെങ്കിലും സ്വലാത്ത് കഴിഞ്ഞാൽ ഈ 5 ദുആ നിർവഹിച്ചുകൊണ്ടല്ലാതെ നമ്മൾ സലാം വീട്ടരുതെന്ന് ഞാൻ എന്റെ സ്വന്തം നഫ്സിനോട്, എവിടെ പങ്കെടുത്ത എന്റെ മുഴുവൻ കൂട്ടുകാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിസ്കാരത്തിന് നിങ്ങൾ മൈൻഡ് ചെയ്താൽ ഹാത്തമല്ല സമ്മതങ്ങൾ നിസ്കരിച്ചതുപോലെ ഒരു യഥാർത്ഥ നിസ്കാരക്കാരന്റെ നിസ്കാരമായി നമ്മളെ നിസ്കാരം മാറിയാൽ രണ്ടാമത് റബ്ബ് തആല നമുക്ക് നൽകുന്ന കറാമത്ത് വയർഫഉല്ലാഹു അൻ അദാബൽ ഖബ്രി. ആ മനുഷ്യന് ഖബറിൽ അദാബില്ല. അല്ലാഹു ആ ഗണത്തിൽ സുജൂദ് വെക്കാൻ, ആ ഗണത്തിൽ നമുക്ക് സുജൂദ് ചെയ്യാൻ തൗഫീഖ് തരട്ടെ. മൂന്നാമതായി മുത്തുനബി നിങ്ങളെ പഠിപ്പിച്ചത് വയുത്തില്ല കിതാബഹു ബിയമീനിഹി. അവന്റെ ഏടിനെ, നന്മ തിന്മകൾ എഴുതിയ ഏടിന് അവന്റെ വലത് കൈയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പാരത്രിക ലോകത്ത് ആ സുന്ദരമായ മനുഷ്യന്റെ കയ്യില്, ആ നിലക്ക് നിസ്കാരം നിർവഹിച്ച മനുഷ്യന്റെ കയ്യില് നാളെ ആഖിറത്തിൽ വലത് കയ്യിലാണ് ഏട് നൽകപ്പെടുന്നതെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. പിന്നെ നമുക്ക് വല്ലതും പേടിക്കാനുണ്ടോ?
വേറെന്ത് പേടിക്കാനാ? മഹ്ശറ വൻസഭയിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന രംഗമെന്ന് ആലോചിച്ചു നോക്ക്. ആ ഒരു ചാൺ മുകളിൽ സൂര്യൻ കത്തിജ്വലിക്കൊണ്ടിരിക്കുന്ന വല്ലാത്ത രംഗം. മഹ്ശറയെ നിങ്ങൾ പലപ്പോഴായി കേട്ടവരാണ്, ഞാൻ വിശദീകരിക്കണില്ല. ആ മഹ്ശറ വൻസഭയിൽ നമ്മൾ നിൽക്കുന്ന രംഗമെന്ന് ആലോചിക്കുക നിങ്ങള്. അവിടെ റബ്ബ് തആല, അവിടെ നമ്മൾ ഓരോരുത്തരും പേടിക്കുകയാണ്, കാത്തു നിൽക്കുകയാണ്. ഞാൻ ചെയ്തു പോയ നന്മ തിന്മകൾ എഴുതിയ ഏടിന് എന്റെ കയ്യിലേക്ക് നൽകപ്പെടുകയാ. വലത് കയ്യിലാണോ ഇടത് കയ്യിലാണോ എന്ന ബേജാറിൽ, പേടിയിൽ, ഭീതിയിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോ, ഈ രൂപത്തിൽ നിസ്കരിച്ച മനുഷ്യനാണെങ്കിൽ അവന്റെ വലത് കയ്യിലാണ് ഏട് നൽകപ്പെടുന്നത്. വിശുദ്ധമായ ഖുർആനു ശരീഫ് പറയാൻ, ആഖിറത്തിൽ ഏട് നൽകപ്പെടുന്നത് രണ്ട് രൂപത്തിലാണ്, രണ്ട് രീതിയിലാണ്. വിശുദ്ധമായ ഖുർആനു ശരീഫ് പറഞ്ഞു, ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി, ഒരു മനുഷ്യന്റെ വലത് കയ്യിലാണ് ഏട് കിട്ടുന്നതെങ്കിൽ, മഹ്ശറയുടെ ആ ഒരു വല്ലാത്ത ഘട്ടത്തിൽ ഒരു മനുഷ്യന്റെ വലത് കയ്യിലാണ് ഏട് കിട്ടുന്നതെങ്കിൽ, ഫയഖൂലു ഹാ ഉഖ്റഊ കിതാബിയാ, അവൻ തന്റെ കുടുംബത്തിന്റെ അടുത്തേക്ക് സന്തോഷത്തോടെ വന്നിട്ട് പറയും, എന്റെ ഏട് വലത് കയ്യിലാണ് കിട്ടിയിട്ടുള്ളത്, ഇതിലെന്താണെന്ന് വായിച്ചു നോക്കണേ. സന്തോഷം കൊണ്ട് അവൻ മതിമറന്നിട്ട് വിളിച്ചു പറയും, ഇഖ്റഊ, നിങ്ങൾ വായിക്കണേ, എന്താണ് എന്റെ ഏടിൽ എഴുതി വെച്ചതെന്ന് വായിക്കണേ. എല്ലാവരും അറിയുകയാണ്, തന്റെ കുടുംബാംഗങ്ങൾ മുഴുവനും അത് അറിയുകയാണ്. വലത് കയ്യിൽ ഏട് കിട്ടുമ്പോ എല്ലാവരെയും സന്തോഷം കൊണ്ട് അവൻ വിളിച്ചു പറയുകയാണ്. എന്നാൽ അമ്മാമൻ ഊതിയ കിതാബഹു വറാഅ ളഹ്രിഹി ഫസൗഫ യദൂ സുബുറാ വയസ്ലാ സഈറാ ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറാ. എന്നാൽ വിശുദ്ധമായ ഖുർആൻ ശരീഫ് പറയാണ്, ഒരു പറ്റം ആളുകളുടെ ഇടത് കയ്യിലാണ് ഏട് നൽകപ്പെടുന്നത്. ഫഅമ്മാമൻ ഊതിയ കിതാബഹു വറാഅ ളഹ്രിഹി ഫസൗഫ യദൂ സുബുറാ വയസ്ലാ സഈറാ. ഒരു മനുഷ്യന്റെ പിന്നിലൂടെ വന്നുകൊണ്ട് ഇടത് കയ്യിലാണ് ഏട് നൽകപ്പെടുന്നതെങ്കിൽ ഒരൊറ്റ അട്ടഹാസമാ, പിന്നെ രക്ഷപ്പെടാൻ വഴിയില്ല, ഇനി പ്രതീക്ഷയ്ക്ക് വഴിയില്ല. ഇടത് കയ്യിലാണ് ഏട് കിട്ടുന്നതെങ്കിൽ അവൻ ഒരൊറ്റ അട്ടഹാസമാ. ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറാ. അവന്റെ നിലവിളി കാണുമ്പോ, അവന്റെ അട്ടഹാസം കാണുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയാണ്, ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറാ. എടോ, നിസ്കാരത്തിന് വാങ്ക് വിളിച്ചപ്പോ, നിസ്കാരത്തിന്റെ സമയം വന്നപ്പോ, മഗ്രിബിന്റെ സമയങ്ങളിൽ വാങ്ക് കൊടുത്തപ്പോ, നിന്റെ കർണപുടങ്ങളിൽ ഹയ്യാലസ്സലാ ഹയ്യാലൽ ഫലാ എന്ന വാങ്കിന്റെ മുതനികൾ നിന്റെ ചെവികളിൽ വന്നലച്ചപ്പോ അതിനൊന്നും മൈൻഡ് ചെയ്തുകൊണ്ട് നീ പിന്മാറില്ല. ആ സമയത്തും നീ ബീച്ചുകളിൽ കൂത്താടുകയാണ്, ആ സമയത്ത് നീ ടെറഫുകളിൽ ആർമാദിക്കുകയാ. എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരെ, എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, കാലം മാറി വരികയാ. ഏത് ഹറാമും ഏതാളെ മുന്നിൽ വെച്ച് ചെയ്യാനും ഒരു മടി വരാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇസ്ലാമിന്റെ മഹിതമായ സുന്ദരമായ ശിആറുകള് നമ്മളെ എല്ലാ അർത്ഥത്തിലും പച്ചക്ക് വ്യഭിചരിക്കുന്ന കാലമാണ്. അതിൽ നമ്മൾ പെട്ടുപോകരുത്.
നമ്മൾ വിശ്വസിച്ചവരാണ്. ആഖിറമുണ്ട്, ഹിസാബുണ്ട്, മഹ്ശറയുണ്ട്, മീസാനുണ്ട്, സിറാത്തുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. ഇതൊക്കെ വിജയിതൊക്കെ നമ്മൾ വിശ്വസിച്ചവരാ. അത് പച്ചയായ യാഥാർത്ഥ്യമാ. ഈ ചുരുങ്ങിയ കാലം നമ്മൾ മറ്റൊന്നിന് ചെലവഴിക്കേണ്ടവരല്ല. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. ഈ ചുരുങ്ങിയ കാലം നിങ്ങളിൽ ആരാണ് സൽക്കർമ്മങ്ങൾ ചെയ്ത് ജയിച്ചടക്കുന്നവരെന്ന് നോക്കാനാണ്. സുബ്ഹാനല്ലാഹ്. മഹാനായ സയ്യിദ് മദനി തങ്ങൾ പാപ്പ, അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തട്ടെ, അവരെ ഫള് അല്ലാഹ് നമുക്ക് നൽകട്ടെ. എത്ര വലിയ കറാമത്തിന്റെ ഉടമയാ, എത്ര വലിയ പവറാ. അവിടെ അടുത്തു വന്ന് പൊട്ടിക്കരഞ്ഞവരാളെയും മഹാനവറുകള് വെറും കൈയോടെ തിരിച്ചു വിടണില്ല. അവരെ കറാമത്തിന്റെ ദൃസാക്ഷ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകമെമ്പാടും അവരെ ഏറ്റെടുക്കുകയാണ്. എന്തിന്റെ പേരിലാണ് ഇന്നും അവർക്ക് പവറുള്ളത്? അവരല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുകയാണ്, അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കുകയാണ്. ആ പടച്ച റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി രാപ്പകൽ അധ്വാനിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മോഡലിനെ എല്ലാ അർത്ഥത്തിലും ജീവിതത്തോട് ചേർത്ത് പിടിച്ചവരാ. അതുകൊണ്ട് അവർക്ക് അന്നും പവറുണ്ട്, ഇന്നും അവർ പവറിലാ. നാളെ ആഖിറത്തിൽ അവരെ കൂടെ നമുക്ക് സ്വർഗത്തിലെത്തണം. അല്ലാഹു ഈ മജ്‌ലിസ് അതിനൊരു സബബാക്കി തരട്ടെ. ഇന്ന് ഇത്തരം സംവിധാനങ്ങളെ പുതിയ തലമുറ പറയുന്നത് നോട്ട് എ കൾച്ചറൽ എന്നാ. അത് എന്റേതല്ല, മൈ ബോഡി മൈ ചോയ്സ് എന്ന ഒരു മുദ്രാവാക്യത്തിലാണ് നമ്മുടെ പുതിയ തലമുറ. എന്റെ പെങ്ങളോട് പറയുന്നത്, അത്തരം ചുറ്റുപാടുകളോട് നമ്മൾ രാജിയാവണം. അത് നമ്മുടെ ശൈലിയല്ല, നമ്മുടെ മാതൃകയല്ല. ഈ ദീന് സത്യമാ, ഈ ദീന് സത്യമാണെന്നതിന് ഇവിടുത്തെ മഹാന്മാര് നമുക്ക് സാക്ഷിയാ. അതുകൊണ്ട് പറയട്ടെ, നാളെ മഹ്ശറയുണ്ട്. നമ്മൾ ചെയ്ത നന്മ തിന്മകൾ നാളെ റബ്ബ് നമ്മളെ കയ്യിൽ നൽകപ്പെടുന്നുണ്ട്. അത് വലത് കയ്യിൽ കിട്ടിയാൽ വല്ലാത്ത രക്ഷയാണ്. ഇടത് കയ്യിലാണ് കിട്ടണതെങ്കിൽ അവൻ അട്ടഹസിക്കുകയാണ്. അവനോട് റബ്ബ് പറയണ വാക്ക്, ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറാ. എന്നെ 24 മണിക്കൂറില് 24 മിനിറ്റില് വ്യത്യസ്ത സമയങ്ങളിലായി എന്നെ ഒന്ന് ആർക്കോർക്കേണ്ട സമയത്ത് പോലെ നീ ടർഫിലാ, നീ നിന്റെ കുടുംബത്തോടൊപ്പം ബീച്ചിലാ, അങ്ങാടി തണ്ടുകയാ, അങ്ങാടികളിൽ സമയം കണ്ടെത്തുകയാ എന്ന് ഇശാം മഅരിബിന്റെ ഇടയില് ഈ മഹാന്മാരെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് ഇശാം മഅരിബിനെ ഹയാത്താക്കുന്നവരാണവര്. മഗ്രിബിന് മുസല്ലയിലങ്ങ് കടന്നു എന്നാൽ പിന്നെ ഇശ കഴിഞ്ഞ് ശേഷമുള്ള സുന്നത്ത് കഴിഞ്ഞ് വിത്ർ കഴിഞ്ഞ് ഹദ്ദാദ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞുകൊണ്ട് പുറത്തിറങ്ങിയ ഉമ്മമാരല്ലേ ഇന്നലകളിൽ ഇവിടെ ജീവിച്ചത് എന്നത് കാണണില്ല. എന്ന് ഖുർആനിന്റെ പാരായണം ചുരുങ്ങിപ്പോ എന്തെല്ലാം ഇന്ന് നഷ്ടപ്പെട്ടു പോ. ഒരു മഗ്രിബ് നഷ്ടത്തിലായാൽ ബേജാറില്ല, ഒരു സുബഹി ഖളായാൽ ടെൻഷനില്ല, ഒരു സുന്നത്ത് വെറുതെ ആയാൽ യാതൊരു പ്രശ്നവുമില്ല. എവിടുന്നാണ് നമ്മൾ രക്ഷപ്പെടുക? എവിടുന്നാണ് റബ്ബിന്റെ സലാമത്ത് ലഭിക്കുക? എവിടുന്നാണ്
റബ്ബിന്റെ നോട്ടം, റഹ്മത്തിന്റെ നോട്ടം നമ്മൾ ലഭിക്കുക. അതുകൊണ്ട് പറയട്ടെ, ഇത്തരം ആളുകളോട് റബ്ബ് തആല ആഖിറത്തിനെ വെച്ച് പറയുന്നത് ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറാ. എന്റെ നിസ്കാര സമയത്ത് പോലും കുടുംബത്തോടൊപ്പം, തന്റെ ഫ്രണ്ട്സിനോടൊപ്പം, തന്റെ ചങ്ക് ബ്രോകളോട് നീ സമയം ചെലവഴിച്ചവനാണ്, സല്ലപിച്ചവനാ, ആർമാദിച്ചവനാ. അതുകൊണ്ട് രക്ഷയില്ല. ഇന്ന് ചില ആളുകളുണ്ട്, നിങ്ങൾ ഈ നാട്ടിലുണ്ടോ എന്നറിയില്ല, മോർണിംഗ് വാക്ക് എന്ന പേരില് ആരോഗ്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി സുബഹി നിസ്കാരം കളാക്കിയിട്ട് റോഡിലൂടെ നടക്കുന്നവരുണ്ട്, ഗ്രൗണ്ടിലൂടെ മോർണിംഗ് വാക്ക് നടക്കുന്നവരുണ്ട്. അവൻ എന്തിനാണ് നടക്കുന്നത്? സുബഹി കളാക്കി സുബഹി നിസ്കരിക്കാതെ ജിംനേഷ്യങ്ങളിൽ പോകുന്നവരുണ്ട്. അരിമ നഷ്ടപ്പെടുത്തിയിട്ട് ജിംനേഷ്യത്തിൽ കളിക്കുന്നവരുണ്ട്. ഞാനൊന്ന് പറയട്ടെ, സുബഹ് നിസ്കാരം നഷ്ടപ്പെടുത്തി നിന്റെ ആരോഗ്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി മോർണിംഗ് വാക്ക് എന്ന പേരില് മോനെ നീ നടന്നാൽ വല്ലാഹു യുഅ്തി, നൽകുന്നവൻ റബ്ബാ. നാളെ നേരത്തെ സയ്യിദ് അവറുകളെ ദുആ ചെയ്തപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട അവിടുന്ന് ദുആ ചെയ്തത് ആഫിയത്ത് നിലനിർത്തണേ അല്ലാ, ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. ആഫിയത്ത് തരുന്നവന് റബ്ബാ. ഈ സംസാരിക്കുന്ന നാളത്തെ പ്രസംഗ വേദിയില്, മറ്റന്നാൾ നടക്കുന്ന മജ്‌ലിസില് പങ്കെടുക്കുമെന്ന് പറയാൻ പറ്റില്ല. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ. മാറാവ്യാധി രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ, നമ്മുടെ കുടുംബങ്ങളെ മഹാനായ സയ്യിദ് അവറുകളെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് റബ്ബ് നമ്മെ സലാമത്താക്കട്ടെ. നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയാണ് രാവിലെ നടക്കുന്നത്, സുബഹി നഷ്ടപ്പെടുത്തിയിട്ടാണ് നടക്കുന്നത്. ആരോഗ്യം നൽകുന്നവന് റബ്ബാ. വല്ലാഹു യുഅ്തി, എല്ലാം നൽകുന്നവൻ റബ്ബാണ്. ആ റബ്ബ് പറഞ്ഞില്ലേ, നബി തങ്ങൾ പറഞ്ഞില്ലേ, മൻ തറക സ്വലാത്ത സുബ്ഹി വഹുവ ഖാരിജും മിൻ ദിമ്മത്തില്ലാ. ഏതെങ്കിലും ഒരുത്തൻ സുബ്ഹ് നിസ്കാരം നഷ്ടപ്പെടുത്തിയാൽ അന്നത്തെ ദിവസം പടച്ച റബ്ബിന്റെ റെസ്പോൺസിബിലിറ്റി അവനിലില്ല. അവനെ റബ്ബ് തിരിഞ്ഞു നോക്കൂല. അല്ലാഹു അവനെ അടിമയായിട്ട് നോക്കില്ലെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. മോനെ, എവിടെന്നാ നമുക്ക് ആരോഗ്യം കിട്ടുന്നത്? ഉമ്മമാരെ, രോഗം മാറാൻ ആരോഗ്യം ലഭിക്കാൻ സുബ്ഹി നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ അതുകൊണ്ട് പറയട്ടെ, നിസ്കാരം അത് ചെറിയ വിഷയമല്ല, നമ്മൾ ഏറ്റെടുക്കേണ്ടവരാ. മൂന്നാമത്തെ കറാമത്ത് പറഞ്ഞത് നമ്മളെ കിതാബ് വലത് കൈയിൽ നൽകപ്പെടുകയാണ്. നാലാമതെന്നോ വയമലസ്റാത്തി കൽബർഖി, വയമറു അലസ്റാത്തി കൽബർഖി, ഇടിമിന്നൽ വേഗത്തിൽ സിറാത്ത് പാലം കടക്കാൻ അല്ലാഹു അവന് ഭാഗ്യം നൽകും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇടിമിന്നൽ വേഗത്തിൽ സിറാത്ത് പാലം കടക്കാൻ അവന് അല്ലാഹു ഭാഗ്യം നൽകും. അതൊന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. സിറാത്ത് പാലത്തിന്റെ അവിടെ വരും, എല്ലാവരും വരും. തന്റെ കയ്യിലുള്ള ഈമാനനുസരിച്ച്, അമലിനനുസരിച്ച് അല്ലാഹു തആല ഇങ്ങനെ വിളിക്കുകയാണ്. സിറാത്ത് പാലത്തിലൂടെ ഇങ്ങനെ കടത്തിവിടും. അപ്പൊ മുത്തുനബി തങ്ങളെ പ്രാർത്ഥന, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം. പടച്ചോനെ, എന്റെ ഉമ്മത്താണ് പോണത്, രക്ഷപ്പെടുത്ത്. നേരെ താഴെ കടക്കാണ് നരകം. സിറാത്തിന്റെ മീതെ, നരകത്തിന്റെ മീതെയല്ലേ സിറാത്ത് പാലുള്ളത്. വാളിനേക്കാൾ മൂർച്ചയുണ്ട്.
മുടിയേക്കാൾ നേർമയുള്ള വളരെ സോഫ്റ്റ് ആയ ഒരു ബ്രിഡ്ജ് അല്ലേ സിറാത്ത് പാലം എന്ന് പറയണത്. ആ പാലത്തിലൂടെ കടക്കാണ്. ആ പാലത്തിലൂടെ കടക്കാതെ ഒരു മനുഷ്യനും സ്വർഗത്തിലെത്താൻ കഴിയില്ല. കടന്നിരിക്കണം. അവിടെ രക്ഷപ്പെടാണ്. അവിടെ റബ്ബ് തആല ചില ആളുകൾ എങ്ങനെ പ്രത്യേകിച്ച് വിളിച്ചു വരുത്താണ്. ഇങ്ങനെ നമ്മളെല്ലാവരും നിൽക്കുന്നതിനിടയിൽ ഓരോരുത്തരെ വാ മോനെ ഇങ്ങോട്ട് വാ, നീ വാ, നീ വാ എന്നിങ്ങനെ പറഞ്ഞ് ഓരോരുത്തരെങ്ങനെ വിളിക്കാൻ മുത്തുനബി അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം ആ പ്രാർത്ഥനയോടെ നമ്മൾ സിറാത്ത് പാലം കടന്നു പോണ രംഗം ആലോചിച്ചു നോക്ക്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിന് പറ്റുന്ന സുജൂദായി നമ്മുടെ സുജൂദ് അല്ലാഹു മാറ്റി തരട്ടെ. അതിന് പറ്റുന്ന റുക്അാക്കി തരട്ടെ. അതിന് പറ്റുന്ന നിസ്കാരങ്ങളായി നമ്മുടെ നിസ്കാരങ്ങളെ റബ്ബ് കബൂലാക്കി തരട്ടെ. സുബ്ഹാനല്ലാഹ്. മിന്നൽ വേഗതയിൽ സിറാത്ത് പാലം കടക്കുന്നവർ അവർ നിസ്കാരം ഈ ഗണത്തിൽ നിർവഹിക്കുന്നവരാണ്. ആ ഭാഗം ഞാൻ വിശദീകരിക്കണില്ല. അഞ്ചാമത്തെ കറാമത്ത് മുത്തുനബി തങ്ങൾ പറഞ്ഞത് വയദ്ഖുലുഹുല്ലാഹുൽ ജന്നത ബിഗൈരി ഹിസാബ്. ഹിസാബില്ലാതെ അവർ സ്വർഗ്ഗത്തിൽ കടക്കുന്നവരാണ്. ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ ഭാഗ്യം ലഭിക്കുന്നവർ ഈ നിലക്ക് നിസ്കരിക്കുന്നവരാണ്. ഹിയ ജന്നത്തുൻ ത്വാബത് വത്വാബ നഈമുഹാ വനഈമുഹാ ബാഖിൻ വലൈസ ബിഫാൻ. സ്വർഗം നിനക്ക് മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്ത് ക്ഷാമം സാരമില്ല നിന്നിലേ. ധരിക്കാനതിൽ കൊടുക്കുന്നതാ സുന്ദൂസ. അൽഹംദുലില്ലാഹ് ജീവിതം എന്തന്തസാ. ആ ഒരു അടിപൊളി ലൈഫിന്റെ ലോകമല്ലേ സ്വർഗം. ഹിയ ജന്നത്തുൻ ത്വാബത് വത്വാബ നഈമുഹാ വനഈമുഹാ ബാഖിൻ വലൈസ ബിഫാൻ. ഒരിക്കലും നശിക്കാത്ത ലോകം, അടിച്ചുപൊളിയുടെ ലോകം, നമ്മൾ എന്ത് പറഞ്ഞാലും എന്താഗ്രഹിച്ചാലും ലഭിക്കുന്ന ലോകം, നമ്മുടെ തറവാടാകുന്ന സ്വർഗം നമുക്ക് ലഭിക്കണോ? അത് ലഭിക്കുന്നവരാരാണ്? അത് ഹിസാബില്ലാതെ ലഭിക്കുന്നവരാണ്. ഈ നിലക്ക് ഭയഭക്തിയിൽ നമ്മൾ പറഞ്ഞ രൂപത്തിൽ നിസ്കരിക്കുന്നവരെന്ന് സ്വാദിഖുൽ മസ്ദൂഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അല്ലാഹു ഏറ്റെടുക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഇങ്ങനെയൊക്കെ നിസ്കാരത്തെ കുറിച്ച് ഖുർആനും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹത്തുക്കളും പറയുകയും ജീവിതത്തിൽ കാണിച്ചു തരികയും ചെയ്തിട്ട് അതിന്റെ വാഗ്ദാക്കളായ നമ്മൾ, നിസ്കരിക്കാൻ ഭാഗ്യം ലഭിച്ച നമ്മൾ ആ നിസ്കാരത്തിൽ കണിശത പുലർത്തണില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നിസ്കാരം ഇടക്കിടക്ക് ഖളാ ആവണുണ്ടെങ്കിൽ, റവാത്തിബ് സുന്നത്തുകളോടൊന്നും അത്ര വലിയ ഒരു ഗൗരവം നമുക്കില്ലെങ്കിൽ, ഇന്ന് തന്നെ ഇപ്പൊ ഇശ വരെ നിസ്കരിച്ചു, അതിൽ എത്ര നിസ്കാരം ഖളായി, ഖളാ ആക്കിയ ആളുകൾ നമ്മളെ മജ്‌ലിസിലുണ്ടെങ്കിൽ, ഇടക്കൊക്കെ നിസ്കാരം ഖളാ ആവുന്നവരുണ്ടെങ്കിൽ ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കുക, നമ്മുടെ ഇടം എവിടെയാണ്? മാറി ചിന്തിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നിസ്കാരം ഒഴിവാക്കൽ വളരെ ഗൗരവമുള്ള വിഷയമാണ്. നിസ്കാരം ഒഴിവാക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നടന്നൊരു സംഭവം മഹാന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരു യുവാവ് പള്ളിയിൽ വന്ന് വല്ലാതെ കരയുകയാണ്. മദീനത്ത് വന്ന് ഹബീബായ തങ്ങളെ മുമ്പിൽ വന്നിട്ടൊരു യുവാവ് ഇങ്ങനെ കരയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ആ യുവാവിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, എന്തിനാണ് മോന് കരയണത്, എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? ആ സമയത്ത് ആ യുവാവ് പറയാണ്, യാ റസൂലല്ലാഹ് മാത അബീ ഫലൈസ ലഹു കഫനുൻ വലാ ഗാസിൽ. നബിയേ, എന്റെ ഉപ്പ മരണപ്പെട്ടു പോയി, എന്റെ ഉപ്പാക്ക് കഫംപുടയില്ല, എന്റെ ഉപ്പാനെ മയ്യത്ത് കുളിപ്പിക്കാൻ ആളില്ല നബിയേ. ആ ഒരു സങ്കടത്തിലാണ്, ടെൻഷനിലാണ്, പ്രയാസത്തിലാണ് ഈ സാധുവായ ഞാനുള്ളതെന്ന് ഹബീബായ തങ്ങളോട് ആ യുവാവ് എന്ന് പറഞ്ഞപ്പോ റഹ്മത്തുല്ലിൽ ആലമീനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്. എന്നിട്ട് ആ യുവാവിന്റെ കൂടെ പറഞ്ഞേക്കുകയാണ്, തന്റെ ഉപ്പയെ മയ്യത്ത് ഒളിപ്പിക്കാനും കഫം ചെയ്യാനും തുടർന്നുള്ള കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകാൻ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞേക്കുകയാണ്. അവർ അവിടെ ചെന്ന് നോക്കുമ്പോ കാണാൻ കഴിഞ്ഞ രംഗമെന്താണ്? ഈ യുവാവിന്റെ പിതാവ് ഒരു കറുത്ത പന്നിയുടെ കോലത്തില്, ഒരു കറുത്ത പന്നിയുടെ രൂപത്തില് കിടക്കുന്ന രംഗമാ. ആ യുവാവിന്റെ ഉപ്പ ഒരു കറുത്ത പന്നിയുടെ രൂപത്തിലാണ് കിടക്കുന്നത്. ഈ സംഭവം കണ്ടപ്പോ, ഈ രംഗം കണ്ടപ്പോ മഹാനായ സിദ്ദീഖ് തങ്ങൾ, ഉമർ തങ്ങൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തേക്ക് ഓടി വരികയാണ്. എന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ്, ഞങ്ങളവിടെ ചെന്നപ്പോ കണ്ട രംഗമിതാ. കറുത്ത പന്നിയുടെ കോലത്തിലാണ് ആ ചെറുപ്പക്കാരന്റെ പിതാവ് മരിച്ചു കിടക്കുന്നത്. ആ സമയത്ത് ഹബീബായ തങ്ങൾ അവരെ കൂടെ മയ്യത്ത് കാണാൻ വേണ്ടി വരികയാണ്. നബി തങ്ങൾ എത്ര വലിയ റഹ്മത്തിന്റെ ഉടമയാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. സങ്കടത്തിന്റെ കൂടെ ഹബീബായ തങ്ങൾ എന്നും നിലനിൽക്കുകയാണ്. ആ ഹബീബായ തങ്ങൾ അവരെ കൂടെ ചെല്ലുകയാണ്, മയ്യത്ത് കാണുകയാണ്. മയ്യത്തിനെ കണ്ടപാടെ മുത്ത് നബി തങ്ങൾ ഒറ്റ ദുആയാ, റബ്ബേ ഇയാളെ യഥാർത്ഥ ശരീരം തിരിച്ചു കൊടുക്കണേ എന്ന് പറയാണ്. നബി തങ്ങളെ ദുആ ചെയ്ത ഫലം അയാൾക്ക് അയാളെ ശരീരം തിരിച്ചു ലഭിക്കുകയാണ്. ഉടനെ തന്നെ മയ്യത്ത് കുളിപ്പിക്കുന്നു, കഫം ചെയ്യുന്നു. മയ്യത്ത് കുളിപ്പിക്കുകയാണ്, കഫം ചെയ്യുകയാണ്, നിസ്കാരവും നടക്കുകയാണ്. അതിനുശേഷം വാറാദദ്ദഫ്ന, ആ മയ്യത്ത് മറമാടാൻ ഒരുങ്ങുമ്പോ അവർ നോക്കുമ്പോ കണ്ടത് ഫറഔകൽ ഖൻസീർ. വീണ്ടും ആ മയ്യത്ത് പന്നിയുടെ കോലം തന്നെ ആയിട്ടുണ്ട്. ഒരു പന്നിയുടെ രൂപത്തിലേക്ക് വീണ്ടും ആ മയ്യത്ത് രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. ഉടനെ തന്നെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവരെ മകനെ വിളിക്കുകയാ. എന്നിട്ട് കാര്യം അന്വേഷിക്കുകയാണ്. മോനെ, നിന്റെ വാപ്പയുടെ ലൈഫ് എങ്ങനെയാണ്? നിങ്ങളെ വാപ്പാന്റെ ജീവിത രീതി എന്താ? ആ സമയത്ത് മകൻ പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ് അബീ താരിഖുസ്സലാ, അബീ താരിഖുസ്സലാ. നബിയെ, എന്റെ ഉപ്പ നിസ്കാരം ഒഴിവാക്കുന്നവരാണ്. ഇടക്കിടക്ക് എന്റെ ഉപ്പാക്ക് നിസ്കാരം ഖളാവലുണ്ട്. ഇത് പറയേണ്ട താമസം അവിടെയുള്ള മുഴുവൻ ആളുകളെയും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു വരുത്തുകയാ. എന്നിട്ട് പറയുന്നു, ഉൻദുറു ഹാല മൻ തറക സ്വലാ.
നിസ്കാരം ഒഴിവാക്കിയ മനുഷ്യന്റെ അവസ്ഥ കണ്ടോ നിങ്ങള്? നിസ്കാരം ഒഴിവാക്കിയ മനുഷ്യന്മാർ അവർ ഖബറിൽ ഇങ്ങനെയാണ്. നാളെ മഹ്ശറയിൽ അവർ അല്ലാഹുവിന്റെ മുമ്പിൽ അവരെ കൊണ്ടുവരണതും ഈ കറുത്ത പന്നിയുടെ കോലത്തിലാണ് എന്ന് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. എന്ത് തിരക്കുണ്ടെങ്കിലും നിസ്കാരം കഴിഞ്ഞിട്ട് ബാക്കി ഏത് ബിസിയും, നമ്മൾ ഏത് തിരക്കും നടക്കുന്നുണ്ട്, നിസ്കാരം മാത്രമേ നടക്കുകയുള്ളൂ. നിസ്കാരം അതാണ് ഏറ്റവും പ്രധാനം. അതിന് എന്ന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. എല്ലാറ്റിന്റെയും മുകളിൽ നിസ്കാരം. ആ ഒരു അർത്ഥത്തിലേക്ക് നമ്മൾ ഉയരുമ്പോഴാണ് ഈ ഒരു വഴിയിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്തുൽ മുഅ്മിനീന 10 ആയത്ത് ഇങ്ങനെ സ്വഹാബത്തിന്റെ മുമ്പിൽ വെച്ച് ഓതുകയാണ്. സൂറത്തുൽ മുഅ്മിനീനിലെ 10 ആയത്ത് ഹബീബായ തങ്ങൾ ഓതുകയാണ്. മുഅ്മിനീങ്ങളായ മുഴുവൻ മുഅ്മിനീങ്ങൾക്കുമുള്ള വിജയങ്ങളെയാണ് ആ 10 ആയത്തിലൂടെ റബ്ബ് തആല പഠിപ്പിക്കുന്നത്. ആ 10 ആയത്ത് ഹബീബായ തങ്ങൾ പാരായണം ചെയ്തിട്ട് നബി തങ്ങൾ അവിടുന്ന് പറയാണ്, മന്നഖാമഹാ, ഇപ്പറഞ്ഞ കാര്യങ്ങൾ ഒരാൾ തന്റെ ജീവിതത്തിൽ ഏറ്റെടുത്താൽ, നിർവഹിച്ചാൽ, ദഖലൽ ജന്ന, ആ മനുഷ്യൻ സ്വർഗത്തിലാണ്. അതിൽ ആദ്യമായി പറഞ്ഞത് അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. അല്ലാഹുവിലുള്ള വിശ്വാസമാണ്, വിചാരമാണ്. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, ഏറ്റവും നല്ല മുഅ്മിൻ എന്ന് പറയുന്നത് അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവനാണ്, അല്ലാഹുവിനെ മഹബ്ബത്ത് വെക്കുന്നവനാണ്, ആ റബ്ബിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവനാണ്, ആ റബ്ബിനെ കാണാൻ വേണ്ടി പണിയെടുക്കുന്നവനാണ്, ഈമാനിന്റെ വർധനവിന് വേണ്ടി ഇടപെടുന്നവനാണ്. രണ്ടാമത് ആയത്തിൽ പറഞ്ഞ ഗുണം അസ്വലാ. പിന്നെ നബി തങ്ങൾ രണ്ടാമത് പറഞ്ഞത് നിസ്കാരത്തെ കുറിച്ചാണ്. ആ നിസ്കാരത്തെ നമ്മൾ ഏറെ പരിഗണിക്കണം, ഏറെ ശ്രദ്ധിക്കണം എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്തുൽ മുഅ്മിനീന ഈ 10 ആയത്തോടെ സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് അവസാനമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഒരു നിലക്കും ഒരു യാത്രയിലും ഒരു ജോലിയിലും ഒരു ബിസിയിലും ഒരു വിഷയത്തിലും നമ്മൾ ഖളാഅക്കാൻ പറ്റാത്തതാണ് നിസ്കാരം. നമുക്ക് അംഗശുദ്ധീകരണത്തിന് വെള്ളമില്ലെങ്കിൽ അവിടെ തയമ്മം ചെയ്ത് നിസ്കരിക്കാമെന്ന് പറഞ്ഞു നമ്മുടെ ദീന്. ഇനി തയമ്മം ചെയ്ത് നിസ്കരിക്കാനും നമുക്ക് വകുപ്പില്ല. നമ്മൾ ഫ്ലൈറ്റ് യാത്രയിലാ. എന്നാൽ ആ സമയത്തെ പരിഗണിച്ചുകൊണ്ട് നിസ്കാരം നീ നിർവഹിക്കണോ, എന്നിട്ട് നീ അതിനെ ഖളാ വിട്ടിയാൽ മതി എന്ന് പഠിപ്പിച്ചില്ലേ നമ്മളെ ദീന്. നമുക്ക് ബുദ്ധിയുണ്ട്, ശുദ്ധിയുണ്ട്, എന്നാൽ നിസ്കാരം വുജൂബാ. ഇതൊക്കെ പഠിപ്പിച്ചല്ലോ നമ്മുടെ നബി സയ്യിദുൽ മുസല്ലീൻ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, ആ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ലോകത്തോട് വിട പറയുമ്പോ അവസാനമായി പറഞ്ഞത്, ഉമ്മത്തിനോട് അവസാനമായി പറഞ്ഞ വസിയത്തോ അസ്സലാ അസ്സലാ. നബിതങ്ങളെ വഫാത്താവാൻ കിടക്കുകയാണ്. അവിടുത്തെ 2 ചുണ്ടുകൾ ഇങ്ങനെ മന്ത്രിക്കുകയാണ്. അവിടെ കൂടി നിൽക്കുന്ന പലരുമുണ്ട്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുണ്ട്, ഖദീജ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അടക്കമുള്ളവരുണ്ട്.
അവിടെ കൂടി നിൽക്കുന്നവരിൽ പലരും വിചാരിച്ചു പോയി മുത്തുനബി തങ്ങൾ എന്നോട് വസിയ്യത്ത് ചെയ്യുകയാണ്, എന്നോട് വസിയ്യത്ത് ചെയ്യുകയാണ്, എന്നെ വിളിക്കുകയാണ്. കാരണം എല്ലാവർക്കും ആ ഒരു നിലക്കുള്ള ബന്ധമാണ് മുത്തുനബി തങ്ങളോട്. അങ്ങനെ അതാ നബി തങ്ങളെ ചുണ്ടുകളിലേക്ക് ചെവി അടിച്ചു നബി തങ്ങളുടെ ചുണ്ടുകളിലേക്ക് ചെവി അടുപ്പിക്കുമ്പോ മുത്തുനബി തങ്ങൾ പറഞ്ഞതെന്താ? ഭാര്യയെ വിളിക്കുകയല്ല, കരളിന്റെ ഘട്ടമായ ഫാത്തിമ ബീവിയെ വിളിക്കുകയല്ല, അവിടുന്ന് വിളിച്ചത് ഉമ്മത്തി അസ്സലാത്തു അസ്സലാ. വഫാത്തിന്റെ തൊട്ട് മുമ്പ് സയ്യിദുൽ മുസല്ലീനാകുന്ന റഹ്മത്തുൽ ലിൽ ആലമീനാകുന്ന ഖുർറത്തു അയുനിനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മളോട് പറഞ്ഞ ഒരേ ഒരു വസിയത്ത്, നിസ്കാരത്തെ നിങ്ങൾ മാറ്റിവെക്കല്ലേ. അൽ ജിവാറു മഅ റബ്ബിഹി, അത് റബ്ബിനോടുള്ള സംഭാഷണമാണ്, അല്ലാഹുവിലേക്ക് നിങ്ങൾക്കുള്ള വസീലയാണ്, അത് നിങ്ങൾ മാറ്റിവെക്കല്ലേ എന്ന് പറഞ്ഞിട്ടല്ലേ മുത്തുനബി തങ്ങൾ ഇവിടെ പറഞ്ഞത്. ഖൈബറിന്റെ രണാങ്കണം നടന്നപ്പോ മഹാനായ അലി റളിയല്ലാഹു അൻഹു ഒരു ദുഹൂറിന് ശേഷം തുടങ്ങിയ യുദ്ധമല്ലേ, ആ യുദ്ധം കൊടുമ്പിരികൊള്ളുകയാണ്. മുത്തുനബി തങ്ങൾ അസർ നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോഴോ ആ രണാങ്കണം ശാന്തമായിട്ടില്ല. അപ്പൊ നബി തങ്ങള് അലി തങ്ങളെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അല്ല അലി തങ്ങളെ, എന്താണ് യുദ്ധം നീണ്ടുപോകണത്? ആ സമയത്ത് അലി തങ്ങളെ പറഞ്ഞ മറുപടി, യാ റസൂലല്ലാഹ്, അവനെ തുണ്ടം തുണ്ടമായി വെഴുത്താൻ ഒരു പണിയുമില്ല, ഒരൊറ്റ വെട്ടിന് മുറഹിബിന്റെ കഥ കഴിക്കണോ, അതിനു വേണ്ടിയാണ് ഞാൻ കാത്തു നിൽക്കുന്നതെന്ന് പറഞ്ഞ് അതേ അർത്ഥത്തിൽ തന്നെ അലി തങ്ങള് മുറഹിബിനെ പരാജയപ്പെടുത്തിയ രണാങ്കണമാകുന്ന ഖൈബറിന്റെ രണാങ്കണോ, ആ രണാങ്കണത്തിൽ നിന്ന് അലി തങ്ങൾ കയറി വരികയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിക്കുകയാണ്. അങ്ങനെ നബി തങ്ങൾ അവിടെ ഇരുന്നു അലി തങ്ങളെ കൂടെ ഇരിക്കുകയാ. അലി തങ്ങൾ ഇരുന്ന പാട് അലി തങ്ങളെ മടിത്തട്ടിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തലവെക്കുകയാണ്. അറിയാതെ നബി തങ്ങൾ അങ്ങ് ഉറങ്ങിപ്പോ. നബി തങ്ങൾ അസർ നിസ്കരിച്ചു, അലി തങ്ങൾ നിസ്കരിച്ചിട്ടില്ല. അലി തങ്ങൾ അസർ നിസ്കാരത്തിന്റെ സമയം ഇങ്ങനെ വൈകിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇങ്ങനെ വൈകി വരികയാണ്. നബി തങ്ങൾ നല്ല ഉറക്കത്തിലാ. വിളിക്കാനൊക്കുമോ? അലി തങ്ങളെ വിളിച്ചില്ല. പക്ഷേ അസർ നിസ്കാരത്തിന്റെ സമയം ഇതാ നഷ്ടപ്പെടാൻ പോവാണ്. അതാ പ്രതീക്ഷിച്ചതുപോലെ അസറിന്റെ സമയം നഷ്ടപ്പെട്ടു പോയി. സൂര്യൻ അസ്തമിച്ചു, മഗ്രിബിന്റെ സമയമാവുകയാണ്. ഇത് മഗ്രിബിലേക്ക് നിസ്കാരം എത്തിയപ്പോ അലി തങ്ങൾ അസറങ്ങ് ഖളായപ്പോ സങ്കടം ഉള്ളിലൊതുക്കാൻ കഴിയാതെ മഹാനായ അലി തങ്ങളെ രണ്ട് കൺതടങ്ങളിലൂടെ, രണ്ട് കവിൾ തടങ്ങളിലൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകുകയാണ്. അലി തങ്ങൾ അങ്ങ് കരയുകയാണ്. തന്റെ അസറങ്ങ് നഷ്ടപ്പെട്ടപ്പോ അസർ നിസ്കാരത്തെ കുറിച്ച് മുത്തുനബി തങ്ങൾ പറഞ്ഞത് സ്വലാത്തുൽ വുസ്താ, എന്റെ ഉമ്മത്തിനൊരു നിസ്കാരമുണ്ട്, അത് സ്വലാത്തുൽ വുസ്തയാണ്. അത് നിസ്കരിച്ചാൽ അവന്റെ സകല പാപങ്ങളും റബ്ബ് പൊറുപ്പിക്കപ്പെടുന്ന നിസ്കാരമാണ്. ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞത് അത് അസർ നിസ്കാരം എന്നതാണ്.
ആ അസ്ർ നിസ്കാരം അലിതങ്ങൾക്കങ്ങ് ഖളാകുമ്പോ ഒരൊറ്റ കരച്ചിലാ. നബി തങ്ങൾ നെട്ടി ഉണരുന്നു. എന്തിനാണ് എന്റെ അലി കരയുന്നത്, എന്തിനാണ് അലി കരയുന്നതെന്ന് ചോദിച്ചപ്പോ അലി തങ്ങൾ പറഞ്ഞു, നബിയേ ഞാൻ അസ്ർ നിസ്കരിച്ചിട്ടില്ല, എന്റെ അസ്ർ ഖളാണ് നബിയേ. ആ സമയത്ത് ഹബീബായ തങ്ങള് അസ്തമിച്ച സൂര്യനെ മടക്കി വിളിക്കുകയാണ്, എന്റെ അലിയിന്റെ അസർ ഖളായി കൂടാ. അസർ നഷ്ടപ്പെട്ട ഒരു അസർ നഷ്ടപ്പെട്ടത് എന്റെ അലിയിന്റെ ഏടില് വന്നുകൂടാ. അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉദ്ദേശമാണ്. അതുകൊണ്ട് തന്നെ അസ്തമിച്ച സൂര്യനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു വിളിച്ചപ്പോ സൂര്യനതാ മടങ്ങി വരികയാണ്. അലി തങ്ങൾ അസ്ർ നിസ്കരിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുകയാണ്. ഇതിലൂടെ നമ്മൾ എന്താണ് വായിക്കേണ്ടത്, ഇതിലൂടെ നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? അല്ലാഹു നമുക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്, അല്ലാഹു നമുക്ക് സമയം തന്നിട്ടുണ്ട്. വേണ്ടതെല്ലാം വേണ്ട സമയത്ത് നമുക്ക് തന്ന് പോറ്റി വളർത്തണം നമ്മുടെ റബ്ബ്. ആ റബ്ബിനെ 24 മണിക്കൂർ വേണ്ട, 24 മിനിറ്റ് അത് തന്നെ കണ്ടിന്യൂ ആയി വേണ്ട, 5 സമയങ്ങളിലായി പടച്ച റബ്ബിനെ ഒന്നോർക്കാൻ ആ നിലക്ക് അവന്റെ മുമ്പിലൊന്ന് സുജൂദ് ചെയ്യാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ നമ്മളല്ലേ ഏറ്റവും വലിയ ഹതഭാഗ്യർ. അതിൽ നമ്മൾ പെട്ടുപോകരുത്. അല്ലാഹു നമുക്ക് വലിയ കാവല് തരട്ടെ. പറഞ്ഞതിനേക്കാളുപരി കേട്ടതിനേക്കാളുപരി ജീവിതത്തിൽ പകർത്താൻ റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമിനെ ദീനീ ഖിദ്മയിലായി അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. മഹാനായ സയ്യിദ് മദനി തങ്ങൾ പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബ് തആല ഇന്ന് നമ്മൾ പറഞ്ഞ വിഷയത്തെ പറഞ്ഞതിനേക്കാളുപരി കേട്ടതിനേക്കാളുപരി ജീവിതത്തിൽ പകർത്താനുള്ള വലിയ ഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. നമ്മളെ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകൾക്കോ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്. ഈ മജ്‌ലിസിൽ തന്നെ വ്യത്യസ്തങ്ങളായ രോഗമുള്ളവരുണ്ട്. ആയിരങ്ങളാണ് വ്യത്യസ്ത പ്രയാസങ്ങളുമായി ഉള്ളാളം തങ്ങളുപ്പാപ്പാന്റെ ഹളറത്തിലേക്ക് വരുന്നത്. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും രോഗങ്ങള്, നമ്മുടെ മാതാപിതാക്കളുടെ രോഗങ്ങളെ, നമ്മളെ കുടുംബാംഗങ്ങളുടെ രോഗങ്ങൾ അല്ലാഹു തആല പൂർണ്ണാർത്ഥത്തിൽ റബ്ബ് ശമനമാക്കി തരട്ടെ. ക്യാൻസർ രോഗം പിടിപെട്ടവർ, ചെറിയ കുഞ്ഞുങ്ങൾക്കടക്കം ക്യാൻസർ രോഗമാണ്. എന്റെ ഒരു പെങ്ങളെ കുട്ടി ക്യാൻസർ രോഗം, സയ്യിദ് കുടുംബമാണ്. ആ പെങ്ങളെ കുട്ടി 8 വയസ്സ് 9 വയസ്സ് പ്രായമുള്ള ചെറിയ കുഞ്ഞിന് ക്യാൻസർ രോഗം പിടിപെട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെയും അതിനെ ചെക്കപ്പ് നടത്തുമ്പോ വീണ്ടും മഴ വന്നു എന്നതാണ് പറയണത്. നാളെ വീണ്ടും മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ്. അല്ലാഹു ശമനം കൊടുക്കട്ടെ, അല്ലാഹു ശമനം കൊടുക്കട്ടെ. ഖാജാ ബഹുമാനപ്പെട്ട മദനി തങ്ങൾ ഉപ്പാപ്പാന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ശമനം നൽകട്ടെ. അതേപോലെ നമ്മളെ മാതാപിതാക്കൾ വ്യത്യസ്തങ്ങളായ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്, പ്രയാസപ്പെടുന്നവരാണ്. റബ്ബ് തആല ശമനം കൊടുക്കട്ടെ. അവരുടെയൊക്കെ തണല് അല്ലാഹു ദീർഘകാലം ആഫിയത്തോടെ റാഹത്തോടെ നമുക്ക് നൽകുമാറാവട്ടെ. അതേപോലെ നമ്മുടെ ആലിമീങ്ങള്, സദാത്യങ്ങൾ എല്ലാവരും വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്നവർ
രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, മഹാനായ ഖമറുൽ ഉലമാ ബഹുമാനപ്പെട്ട ശൈഖുനയടക്കം എത്ര ആലിമീങ്ങളാണ്, സാദാത്യങ്ങളാണ്, വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങളുള്ളവർ. റബ്ബ് എല്ലാവർക്കും ശമനം നൽകട്ടെ. അവരുടെ തണല് അല്ലാഹു ആഫിയത്തോടെ ദീർഘകാലം നമുക്ക് നിലനിർത്തി തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനിയും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഇവിടെ നടക്കാനിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് നിങ്ങൾ സദസ്സിലുള്ളവർ ഒന്നെഴുന്നേറ്റ് നിൽക്കണം. ഇൻഷാ അല്ലാഹ് 2 വരി മദ്ഹ് ചൊല്ലി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ സമർപ്പിച്ച് ഹബീബായ മഹത്തുക്കൾ പഠിപ്പിച്ച ഇസ്തിഗ്ഫാറിന്റെ വരികൾ ചൊല്ലി ഇൻഷാ അല്ലാഹ് മഹാന്മാരായ ആലിമീങ്ങൾ, സാദാത്യങ്ങൾ ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അല്ലാഹു അവിടൊക്കെ ദുആകളിൽ നമുക്കും ഒരു ഇടം നൽകുമാറാവട്ടെ. അവിടൊക്കെ ബറക്കത്ത് കൊണ്ട് റബ്ബ് തആല നമ്മുടെ തഅല്ലുമിൽ, തഅലീമിൽ, തദ്രീസിൽ, നമ്മുടെ ദീനീ ഖിദ്മകളിലൊക്കെയും റബ്ബ് തആല വലിയ ബറക്കത്ത് നൽകുമാറാവട്ടെ. മരണം വരെ ദീനീ ഖിദ്മകളിൽ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് സമയമായി നിങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇനി അടുത്തുള്ള പ്രഭാഷണങ്ങളിലൊക്കെ ഒരു നല്ല ഒരു ഊർജത്തോടുകൂടെ നിൽക്കുന്നതിനൊക്കെ വേണ്ടിയാണ് ഒരു അല്പസമയം നിങ്ങളോട് എണീറ്റ് നിൽക്കാൻ പറഞ്ഞത്. ഇനി വലിയ ആലിമീങ്ങളും അതേപോലെ വലിയ വലിയ ഉസ്താദുമാരും ഇൻഷാ അല്ലാഹ് ഇവിടെ ദ്വാരക്കാൻ, ഇവിടെ പ്രഭാഷണം നടത്താനും ദ്വാരക്കാനൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ അവരുടെ മുമ്പിൽ വളരെ ഊർജ്ജസ്വലതയോടുകൂടെ നമ്മൾ കാതോർക്കേണ്ടവരാണ്, ആത്മാർത്ഥമായി അമയം പറയേണ്ടവരാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ മജ്ലിസ് പിരിയുന്നത് വരെ ഇവിടെ പങ്കെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരൽപ്പം നമുക്ക് മദ്ഹ് ചൊല്ലി ഇസ്തിഗ്ഫാർ ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു ഖബൂൽ നൽകുമാറാവട്ടെ. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് മിൻ കുല്ലി ദംബിൻ തുബ്നാ ഇലല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് മിൻ കുല്ലി ദംബിൻ തുബ്നാ ഇലല്ലാഹ്. യാ റബ്ബൽ അർബാബ് യാ ഖൈറ തവ്വാബ് ഇഫ്തഹ് ലനൽ ബാബ് ബിൽ ഫളീലി അല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് മിൻ കുല്ലി ദംബിൻ തുബ്നാ ഇലല്ലാഹ്. ഖദ് ഹാറ ഫിക്രി في عظيم وزري فظللت أمري كله لله. أستغفر الله أستغفر الله من كل ذنب تبنا إلى الله. ظهري ثقيل زادي قليل ظني جميل في رحمة الله. أستغفر الله أستغفر الله من كل ذنب تبنا إلى الله. حج وعمرة في كل مرة والأهل زمرة وإخوان في الله. أستغفر الله أستغفر الله من كل ذنب تبنا إلى الله. إلى المدينة نير الأمينة طه نبينا دخري إلى الله.
അസ്തഗ്ഫിറുല്ലാഹ് മിൻ കുല്ലി ദംബിൻ തുബ്നാ ഇലല്ലാഹ് ഇലൽ മദീന നറൽ അമീന ഇലൽ മദീന നറൽ അമീന ത്വാഹ നബീന ദുഖരി ഇലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് മിൻ കുല്ലി ദംബിൻ തുബ്നാ ഇലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ لا إله إلا الله لا يزيد الحب مني أن أزورك نبي من فضلا منك لقيا وجهكم خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله قدمتني مشربي كلمتني يا نبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله മരണമെന്ന ശരണക്കേട് തരണം ചെയ്യും നാളിലെ മന്നവാനിൽ സോലുണ്ട് കാവലേ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് നാം പറഞ്ഞത് പറഞ്ഞതിനേക്കാൾ കേട്ടതിനേക്കാൾ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരും ദുആ വസിയ്യത്തോടുകൂടെ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി നമസ്കാരം ഭക്തി